Good evening. Good evening, ma'am. Good evening, teacher. Miss. Good evening. Good evening, Miss. Good evening. Good evening, Miss. Good evening. Good evening, ma'am. Good evening. ഞാൻ ആലോചിക്കായിരുന്നു കുട്ടീസിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. Good evening, ma'am. Good evening. 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 Ma'am. Okay, so we'll wait for 1 more minute. Good evening, Miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. നിത്യ ഹരിദാസ്, വീട് തൃശ്ശൂരാണോ? പാലക്കാടാണ് മാം. പാലക്കാട്, കൊല്ലങ്കോട്. ഓക്കെ, എന്റെ ഒരു ജൂനിയർ ഉണ്ടായിരുന്നു കോളേജിൽ വെച്ച്, നീത ഹരിദാസ് എന്നാണേ. ആ കുട്ടി തൃശ്ശൂരായിരുന്നു. അപ്പൊ സിസ്റ്റർ എങ്ങാനാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, so we can start. Who is going to do prayer? Good evening, ma'am. Yes, good evening. ഞാൻ പറയാം ma'am. Good evening, all. I am Habiba from Thrissur. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you, ma'am. Okay, so anything else? Ma'am, thought of the day ഞാൻ പറയാം. Today's thought. കേൾക്കാവോ? കേൾക്കാം. Okay. Today's thought. Love does not begin and end the way we seem to think it does. Love is a battle. Love is a war. Love is a growing up. അതായത് സ്നേഹം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും നമ്മൾ കരുതുന്ന രീതിയിലല്ല. സ്നേഹം ഒരു യുദ്ധമാണ്. സ്നേഹം വളർന്നുകൊണ്ടേയിരിക്കുന്നതുമാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay, so what about sign in? എല്ലാരും പ്രാക്ടീസ് ആയോ സൈൻ ഇൻ? ഐ തിങ്ക് തേർഡ് ബാച്ചിൽ നിന്ന് സുജാത ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സുജാത തേർഡ് ബാച്ചിന്റെ ക്ലാസ്സിൽ ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. സുജാത ഉണ്ടെങ്കിൽ സുജാത തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ വെദർ ഷീ ഈസ് ദേർ. ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളില് അതിന് വേണ്ടിയിട്ട് ലെറ്റർ കൊടുക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ഇന്റർവ്യൂ നടക്കുമായിരുന്നു. അതായത് KG സെഷനിലേക്ക് ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു. അപ്പൊ അത് മോണ്ടിസോറി പഠിച്ച് ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിച്ച കുട്ടിയാണെന്നാണ് സുജാത പറഞ്ഞായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അതിന്റെ ഇന്റർവ്യൂവിന് ഒരു ആക്ഷൻ സോങ് ചെയ്യാനായിട്ട് ഇന്റർവ്യൂവിൽ ഇരുന്നവര് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര ഷൈ ആയിരുന്നു. എന്ത് ചെയ്തിട്ടും ചെയ്യുന്നില്ല. അവസാനം എന്തൊക്കെയൊക്കെ ആയിട്ട് ഒപ്പിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ കുട്ടി ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടായി. സോ ഐ ആം ജസ്റ്റ് റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ടു ജസ്റ്റ് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് വൺ ആക്ഷൻ സോങ്. ഈ സൈൻ ഇൻ ആ ഒരു ഷൈനസ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈൻ ഇൻ പറഞ്ഞത്. സൈൻ ഇൻ നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് തന്നെയാണ് കാണേണ്ടത്. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ മൂവ്മെന്റ്സ്, ആ ഒരു ബോഡിയുടെ കോർഡിനേഷൻ, ബാലൻസ്, കൺട്രോൾ എല്ലാം ആ സൈൻ ഇൻ വരും. ഒരു റിഥം വരണം, ഒരു ടോൺ വരണം. ആ ഒരു രീതിയിൽ യു ക്യാൻ ഡു ഇൻ
a variety of forms, like any dance forms can be done. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വളരെ ക്യൂട്ടായിട്ട് കുട്ടികൾക്കൊക്കെ നിങ്ങളോട് കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോഡി മൂവ്മെന്റ്സ് വേണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സൈനിൻ അതാണ്. പലപ്പോഴും സൈനിൻ തോട്ട് ഫോർ ദ ഡേക്ക് വഴിമാറി ഇരിക്കുവാണ്, അല്ലെ എന്തെങ്കിലും കോഡ്സ് ഒക്കെ ആയിട്ട്. ട്രൈ ടു ഡു. ഞങ്ങൾക്ക് ഭയങ്കര കമ്പൽസറി ആയിരുന്നു, എവ്രി വൺ ഹാസ് ടു ഡു സൈനിൻ. ആ ഒരു രീതിയിലായിരുന്നു. നമുക്ക് ഭയങ്കര, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമുക്കൊരു കോമഡി ആയിട്ടൊക്കെ ഫീലൊക്കെ ചെയ്യും, പക്ഷെ അത് നമ്മൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്യും. വളരെ ഡാൻസ് ഒക്കെ അറിയാവുന്നവർക്ക് ദേ ക്യാൻ ഡു മോർ. അവിടെ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കുമല്ലോ. പ്രാക്ടീസ് ചെയ്ത് അതാവണം. ലാംഗ്വേജ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. യെസ്, അവരവിടെ സുജാത ആഡ് ചെയ്തിട്ടുണ്ട് മെസ്സേജില്. കമ്മ്യൂണിക്കേഷൻ അത് വളരെ ശരി. KG സെഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുക കുട്ടികൾക്ക്. സോ ലാംഗ്വേജ് ഈസ് ഓൾസോ. ഇന്റർവ്യൂവിന് എവിടെ പോയിട്ടുണ്ടായിരുന്നത്? സുജാത ആ കുട്ടി എവിടെയാ പോയിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇവിടെ തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂര് തൃപ്രയാർ എന്ന് പറയും. അപ്പൊ അവിടെ അടുത്ത ഒരു CBSE സ്കൂളിലായിരുന്നു. അപ്പൊ ഞാൻ ട്രെയിനിങ്ങിനായിട്ടാണ് പോയത്. ഇന്റേണൽ നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പൊ അവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഓൺലൈൻ എന്ന് പറഞ്ഞപ്പോ ഓഫ്ലൈൻകാരിക്ക് കുറച്ചൊരു പുച്ഛം എനിക്ക് മുഖത്ത് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് നല്ല അഭിമാനത്തോടുകൂടി പറയാം, ആളെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ നമ്മള് ലാംഗ്വേജ് അവിടെ നല്ല ഇമ്പോർട്ടന്റ് ആ. മാഡം ഒരു വാക്ക് പോലും എന്നോട് മലയാളത്തിൽ സംസാരിച്ചില്ല. അത് നമ്മുടെ സ്കില്ല് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോ ഞാൻ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എനിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് സംസാരിച്ചാലേ നമുക്ക് ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് സംസാരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അവരോട് ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഷൈ ആയി. നമ്മൾ അത്യാവശ്യം നമ്മുടെ കുട്ടികളെങ്കിലും പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു ആക്ഷൻ സോങ് ആ സമയത്തൊന്ന് പെർഫോം ചെയ്യായിരുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു അവരോട്. അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റും ഉണ്ടായിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മളൊന്ന് അവെയർ ആയിട്ട് പോവായിരിക്കും നല്ലത്. അവരോട് NEP NCP അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അവർക്ക് അതിനെക്കുറിച്ച് ഒട്ടും ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിപ്പോ മ്യൂസിക് ടീച്ചർ ആയാൽ പോലും അവരോടും അതേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരുന്നത്. National Education Policy and when they ask English questions, we have to answer in English. Yes. But we don't know English. അതായത് fluent ആയിട്ട് English telling in English and you are telling that you don't know English. What is this thing? fluent ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല മിസ്സേ, അതാണ്. തീർച്ചയായിട്ടും പറ്റും. എന്താ പറയാ, രമേഷ് പിഷാരടിക്ക് ട്രംപിനെ ഇമിറ്റേറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? നമ്മള് വലിയ ഇതൊക്കെ വിചാരിച്ചാ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് കളയാന്നൊക്കെ വിചാരിക്കും. പക്ഷെ സ്വാഭാവികമായിട്ട് ഐ ആം ഫൈന് താങ്ക്സ് എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും എന്നുള്ളതാണ്. പറയാൻ ഒരു മടിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഉറപ്പില്ലാതെ പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എങ്കിൽ മാത്രമേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. ഞങ്ങളുടെ മോണ്ടിസോറിയുടെ ഡയറക്ടർ ഒരു ബാബ അലക്സാണ്ടർ ആയിരുന്നു. സാറിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കണം. സാറിന് ഒരു ഷൈനസും ഇല്ല. ഗുഡ് ഇങ്ങനെയൊക്കെ സാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. സാറിന്റെ ഇംഗ്ലീഷ് കേൾക്കണം. സാറ് പല പ്ലേസിലും ഇംഗ്ലീഷ് എടുക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആ സാറ് 1 വീക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് വന്നു. സാറിങ്ങനെ ഒരു ഡേ നമ്മളുടെ ആ റൂമിൽ എന്തൊക്കെയുണ്ട് ടേബിള് അതൊക്കെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ എന്തൊക്കെയാ കുറച്ച് വേർഡ്സ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നടക്കുക. എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് നടക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഏതൊക്കെ വേർഡ്സ് ഉണ്ടെന്ന് ഇങ്ങനെ ഇപ്പൊ ടേബിൾ ആണെങ്കിൽ ടേബിൾ എന്ന് പറയാം. അങ്ങനെ ഒരു 10 വേർഡ് മാത്രം എഴുതാൻ പറയും ഒരു ദിവസം. സെക്കൻഡ് ഡേ അങ്ങനെ തന്നെ. അങ്ങനെ ഭയങ്കര ഇതായിട്ടായിരുന്നു സാർ എടുത്തോണ്ടിരുന്നത്. അതെ സാറിന് ഭയങ്കര പ്രൊനൗൺസിയേഷൻ ആണോ അറിയാം? അല്ല ഇതൊരു സിമ്പിൾ ഹമ്പിൾ മനുഷ്യനാ. സാറ് സംസാരിക്കണ ഇങ്ങനെ സംസാരിക്കാം എന്ന് നമ്മൾ തോന്നും. സാറിന്റെ ഇതില് ഞാൻ കുറച്ച് സ്റ്റുഡൻസ് പോയിട്ട് കോളേജിൽ കംപ്ലൈന്റ് ചെയ്തു, ഈ സാറിന് ഒന്നും അറിയത്തില്ല, അപ്പൊ ഞങ്ങൾ ഇനി അവിടെ പോകില്ല. 1 വീക്ക് ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി പഠിക്കാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി. കുറെ സ്റ്റുഡൻസ് നിർത്തി. അങ്ങനെ ഞങ്ങളെ അവര് ബാക്ക് ചെയ്തു.
8 ടെക്സ്റ്റ് എന്തോ ഉണ്ട് ഞങ്ങൾക്ക്. ഈ 8 ടെക്സ്റ്റും സാറാണ് ചെയ്തത്. ഇതിലെ APJ content- അബ്ദുൽ കലാമും അങ്ങനെയല്ലേ മാം? APJ അബ്ദുൽ കലാമും സിമ്പിൾ ആയിട്ടല്ലേ ഇംഗ്ലീഷ് പറയണേ? Yes. നമുക്ക് അദ്ദേഹം ഇങ്ങനെ നമുക്കിപ്പോ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പല വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്കും പറയാൻ പറ്റും, നമുക്ക് മനസ്സിലാകുമായിരുന്നു. അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷ്. ഈ ഭയങ്കര സ്റ്റൈലായിട്ട് അങ്ങനെ പറയണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബാബ സാറിന്റെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടുക. യെസ്, ഐ ക്യാൻ ഓൾസോ ഡു ബെറ്റർ ദാൻ ഹിം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. സാർ അത്രയും താഴെ ലെവലിലാ പറയണത്. ശശി തരൂർ വേണ്ട, നമ്മള് ഓക്കെ ശശി തരൂർ വി റെസ്പെക്ട് ഹിം ലൈക്ക്, ബട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഇംഗ്ലീഷ് പോരെ. അത് നമ്മൾ ട്രൈ ചെയ്യാത്തതിന്റെ പ്രോബ്ലം. ഞാൻ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ വരികയായിരുന്നു. സുജാത ഹാസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഷീ ഈസ് യൂസ് ടു ഡു റീഡ് ബുക്സ്. സുജാതയെ പറ്റി പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാം കേട്ടോ. ബുക്സ് നല്ലപോലെ വായിക്കുന്ന ഒരാളാണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ഹെർ ടു ഡു ദ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ദാൻ എനിവൺ. സോ നമ്മൾ അതൊക്കെ ചെയ്യണം. ഓക്കെ ഫൈൻ. സോ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2 ബാച്ച് ആയിരുന്നു. റെഗുലർ ബാച്ച് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് ടു ഈവനിങ് ആയിരുന്നു ക്ലാസ്. ഹോളിഡേ ബാച്ച് സൺഡേ ഓൺലി ആൻഡ് ഹോളിഡേസ്, വരുന്ന ഹോളിഡേസ്. ഞങ്ങളുടെ മാം എപ്പോഴും എന്നോട് പറയുമായിരുന്നു, പ്ലീസ് ജോയിൻ ഇൻ ദ റെഗുലർ ബാച്ച് ബിക്കോസ് യു ഹാവ് പൊട്ടൻഷ്യൽ, പ്ലീസ് ജോയിൻ ഇൻ ദ റെഗുലർ ബാച്ച്. പക്ഷെ എനിക്ക് കുറെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 2 കുട്ടികളുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. സോ എനിക്ക് അങ്ങനെ പോയി 5 മണി വരെ അവിടെ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റില്ലായിരുന്നു. മോനെ അംഗൻവാടിയിൽ വിടുന്നുണ്ട്, അവനെ 3:30 ആകുമ്പോൾ വിളിച്ചുകൊണ്ട് വരണം. ആ ഒരു പ്രായമായിരുന്നു. വേറെ ആരും വീട്ടിലില്ല. സോ ഞാൻ അത് ഒഴിവാക്കി. ആ ഒരു സൺഡേ ഓൺലി ആണ് പോയിരിക്കുന്നത്. ഞാനൊരു ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നതും നിങ്ങൾ 5 ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇറ്റ്സ് അവർ വിൽ. ഏത് ക്ലാസ്സിനെയും മാറ്റിയെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് അവർ വേ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ബാച്ചിൽ, നമ്മുടെ ഇതിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് ഷൈ ആയിട്ട് തിരിച്ചു വന്നതായിട്ട് ഒരു ഫീഡ്ബാക്ക് ഞാൻ കേട്ടില്ല. ഒരു ആൾക്ക് മാത്രം ഇച്ചിരി വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെ. ബട്ട് അത് പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ദാറ്റ് ഓൾസോ മേക്ക് ഡിഫറൻസ്. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു ഡു. നമുക്ക് എന്താ പറയാ, ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര വലിയ വലിയ ബുക്കുകൾ എടുത്തു വെച്ച് നമുക്ക് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കഥ എഴുതാനോ ഇങ്ങനെയൊന്നും പോവേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഒഫീഷ്യലി ഒരു മാറ്റർ എഴുതണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആപ്പുകൾ അവൈലബിൾ ആണ്. ആ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യും. നിങ്ങളോടൊരു ഫോമൽ ലെറ്റർ, ഒഫീഷ്യൽ ഒരു ലെറ്റർ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യും ഗൂഗിളില്, ഇഷ്ടം പോലെ ഫോമാറ്റ് കിട്ടും. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എടുക്കുക, നേരെ കൊണ്ടുപോയി ഗ്രാമർലിയിൽ ഇടുക, നമ്മളുടെ മെയിൽ ഓപ്പൺ ചെയ്ത് ഗ്രാമർലിയിൽ ഇടുക. അവരത് കുറച്ചുകൂടെ ഭംഗിയാക്കി തരും. സോ അത് വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും കോൺഫിഡൻസ് കൂടും. അപ്പൊ നമുക്ക് അങ്ങനെ പലതവണ നമ്മൾ പല ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് ഫോമാറ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഒരു ലെറ്റർ എഴുതാൻ ആരും ഒന്ന് ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പല എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസും യൂസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ഇംഗ്ലീഷ് പറഞ്ഞ ഗ്രാമർലി എന്താ പറഞ്ഞ മെയിലിൽ പോയിട്ട് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഇല്ലേ, അക്കൗണ്ടില് ഗ്രാമർലി എന്നും പറഞ്ഞ എന്റെയിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പേ ചെയ്തിട്ട് അതിന്റെ കൂടിയ വേർഷൻ ഒക്കെ എടുക്കാം. ഞാൻ പേ ചെയ്തിട്ടൊന്നുമില്ല. ആ ഗ്രാമർ നമ്മൾ മെയിൽ കമ്പോസ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇല്ലേ, ആ പോർഷനിൽ ഞാൻ കൊണ്ടുപോയി ലെറ്റർ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യും. വേർഡിൽ ടൈപ്പ് ചെയ്തത് അതിൽ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്യും. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗ്രാമർലി ആക്റ്റീവ് ആവും. അപ്പൊ ഗ്രാമർലി നമ്മളോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേർഷൻ ആക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇംപ്രൂവ് ഇറ്റ്, മേക്ക് ഇറ്റ് ഫ്രണ്ട്ലി, മേക്ക് ഇറ്റ് ഫോമൽ, മേക്ക് ഇറ്റ് മോർ അസർട്ടീവ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒഫീഷ്യൽ ലെറ്റർ എഴുതണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കുമ്പോഴേക്കും ഒഫീഷ്യൽ ലെറ്റർ വരും. പിന്നെ ചില ലെറ്ററിന്റെ കണ്ടന്റ് കുറെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഷോർട്ട് ആൻഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് കുറയാതെ തന്നെ അവരതിനെ ഷോർട്ടൻ ആക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒഫീഷ്യലി ഒരാൾക്ക് അയക്കുമ്പോഴേക്കുണ്ടല്ലോ നമ്മളുടെ ലെവൽ ഒന്ന് മാറുക. കാരണം കംപ്ലീറ്റ് സ്പെല്ലിങ്ങും പിന്നെ നല്ല വേർഡ്സ്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മീനിങ് വെച്ചിട്ട് ഒരു വേർഡ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ, അപ്പൊ ആ ഒരു കോണ്ടെസ്റ്റിന് പറ്റിയ വേർഡ് ആയിട്ട് ഗ്രാമർലി കൺവേർട്ട് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് നോക്കുക, ഹൗ ടു ആഡ് ഗ്രാമർലി വിത്ത് ജിമെയിൽ അക്കൗണ്ട് എന്നോ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അന്ന്
ഇത്രയും ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ജസ്റ്റ് ആ കമ്പോസ് ചെയ്യുന്ന ആ പോർഷനിൽ മാത്രം ഗ്രാമർ, സ്പെല്ലിംഗ്, വേർഡ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നേന്നുള്ളൂ. ഇപ്പം കൂടുതൽ ഓപ്ഷൻസ്. അപ്പൊ പ്രോ മോഡ് ഉണ്ടായിരുന്നു. അത് ഈ ജോലിക്കാരൊക്കെ അത് പേയ്മെന്റ് കൊടുത്ത പ്രോ മോഡിലേക്ക് ആക്കും. ഞാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. കാരണം ഈ കമ്പോസ് എന്നുള്ള ആ പോർഷനിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാറായിരുന്നു പതിവ്. പിന്നെ ഇപ്പം അവർ അപ്ഡേറ്റഡ് ആയി കുറച്ചുകൂടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏത് ടൈപ്പ് ലെറ്ററും നമുക്ക് വളരെ ഭംഗിയായിട്ട് എഴുതാം. നിങ്ങളൊരു ഒഫീഷ്യൽ ഒരു ലെറ്റർ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടോ നമ്മളുടെ ബയോഡേറ്റയുടെ കൂടെ കവറിംഗ് ലെറ്റർ വെക്കണം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കവറിംഗ് ലെറ്ററിന്റെ ഫോർമാറ്റ് ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കുക. അത് നോക്കിയിട്ട് നമുക്ക് വേണ്ട മാറ്റർ അങ്ങ് ടൈപ്പ് ചെയ്യാം. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക. സ്പെല്ലിംഗ് തെറ്റിയാലും ഒന്നും പ്രോബ്ലം ഇല്ല. ടൈപ്പ് ചെയ്യുക. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കമ്പോസ് മെയിലിൽ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, കോപ്പി ചെയ്തിട്ട്. അപ്പോഴേക്കും ഗ്രാമറിൽ വരും, അതിങ്ങനെ തിളങ്ങി വരും, പൊങ്ങി വരും. എന്നിട്ട് അത് ചോദിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ കുറെ ഓപ്ഷൻസ്, ആ ലെറ്ററിനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ മാറ്റണം, മേക്ക് ഇറ്റ് ഫോർമൽ ഓർ ഒഫീഷ്യൽ, അസേർട്ടീവ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് അതിനകത്ത്. ജസ്റ്റ് ചെക്ക് ചെയ്യുക. ചുമ്മാ ഒരെണ്ണം അങ്ങനെ എഴുതിയിട്ട് അതിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മളുടെ കോൺഫിഡൻസ് ലെവലിൽ നമ്മളുടെ ഈ വാട്സപ്പിൽ മെറ്റാന്നുമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല, മേളൊരു ഓപ്ഷൻ. അതിൽ ഇതുപോലെ നമുക്ക് ലെറ്റേഴ്സ് ഇങ്ങനെ ഇതുപോലെ ലെറ്റർ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർമൽ വേണമെങ്കിൽ ഇൻഫോർമൽ അതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. യൂസ് ചെയ്യുക. ഞാനിപ്പോ ഗ്രാമർലി പണ്ട് തുടങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളൂ. നിങ്ങൾ കിട്ടുന്നോ അതൊക്കെ യൂസ് ചെയ്യും. ബട്ട് സെക്യൂർ ആണെന്നൊന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഞാൻ ഈ മെറ്റ അധികം ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ സെക്യൂരിറ്റിയെ പറ്റി വലിയ അറിവില്ലാത്ത കാരണം ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഗ്രാമർലി ഈസ് വെരി നൈസ്. കൂടുതൽ ഒഫീഷ്യൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ് എല്ലാം അവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവർ പേയ്മെന്റ് കൊടുത്ത് അതിന്റെ കൂടിയ വേർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഫ്രീ ആയിട്ട് തന്നെ അതിൽ കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ അക്കൗണ്ടുമായിട്ട് അത് എങ്ങനെ ലിങ്ക് ആയെന്നുള്ളത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു 3-4 years ബാക്ക് അത് ചെയ്തു വെച്ചതായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ, ആ കുട്ടിയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. അത് പേയ്മെന്റ് കൊടുത്തിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് കുറെ ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ജസ്റ്റ് ട്രൈ. നമ്മൾ ആ ഒരു ഇൻഹിബിഷൻ ഒക്കെ നമുക്ക് മാറട്ടെ, ഇംഗ്ലീഷൊക്കെ സംസാരിക്കണം. ഓക്കെ, നമ്മുടെ ഓരോരോ ഇൻഡിവിജ്വൽ ക്ലാസ് റൂമിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നമുക്ക് PG നമ്മുടെ ഫസ്റ്റ് ബാച്ചിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് PGയുടെ പോർഷൻസ് തീർന്നാലാണ് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫെബ്രുവരി ലാസ്റ്റ് ഓർ അറ്റ്ലീസ്റ്റ് മാർച്ച് ഒരു ഫസ്റ്റ് വീക്ക്. ഓക്കെ, ഗ്രാമർ ചിപ്പ് റൈറ്റിംഗ് ആണ് ഗ്രാമർലി. ദാറ്റ് ഐ ഡോണ്ട് നോ ബിക്കോസ് ഗ്രാമർലി കുറെ നാളുകളായിട്ടുള്ള സംഭവമാണ്. So I'm not much more aware about that. green G symbol ആണ് മാം. Yes. ചെറിയ ഒരു ലെറ്റർ ഒക്കെ ചുമ്മാ എഴുതിയിട്ട് ഇപ്പൊ കുട്ടികളുടെ ലീവ് ആപ്ലിക്കേഷൻ നമുക്ക് അവരുടെ ടീച്ചർ കൊടുക്കും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒരു ലെറ്റർ അങ്ങ് എഴുതിയിട്ട് ചുമ്മാ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, സമയം കിട്ടുമ്പോൾ. Okay, so back to our class, and somebody said that they will do the they will present the class today. I do remember like that. I don't know who told that. Henry Fell's 14 principles ക്ലാസ്സിൽ എടുക്കാം എന്ന് ആരോ പറഞ്ഞു. പ്ലേ സ്റ്റോറിൽ നിന്നാണോ അത് ചെയ്യേണ്ടതെന്ന് not sure. Okay, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് അല്ല. ഞാൻ അതൊന്ന് കൺഫേം, അതറിയാവുന്ന ആരോടെങ്കിലും ഒന്ന് കൺഫേം ചെയ്തിട്ട് അത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നോക്കണമല്ലോ. ഐ ഡോണ്ട് നോ. പ്ലേ സ്റ്റോറിൽ നിന്നാണോ? ഐ ഡോണ്ട് നോ. സോ ഞാൻ അതൊന്ന് ചോദിക്കാം ആരോടെങ്കിലും. ചോദിച്ചു ഒന്നുകൂടെ കൺഫേം ചെയ്യാം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജസ്റ്റ് കളക്ട് ഓൾ ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഗ്രാമർലി ആൻഡ് ഷെയർ വിത്ത് അതേഴ്സ്. ഓക്കെ, so we have to take the functions of educational management that was based on Henry Fell's 14 principles of management. There is 14 principles, and actually these 14 principles are shortened to further some important points. Adu namakkundu 14 principles ഷോർട്ടൻ ചെയ്ത് വീണ്ടും ചെറിയ അതിൽ നിന്നും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് പ്രിൻസിപ്പിൾസ് ഷോർട്ടൻ ചെയ്തിട്ടാണ് നമുക്കുള്ളത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, ഹെൻറി ഫെൽസിന്റെ ഈ 14 പ്രിൻസിപ്പിൾസ് നമുക്കൊന്ന് നോക്കാം. സോ ഹു ഈസ് ഗോയിങ് ടു ഡു? കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ആരോ പറഞ്ഞിരുന്നു. ആരായിരുന്നു ക്ലാസ് എടുക്കാം?
എന്ന് ആരായിരുന്നു പറഞ്ഞത്? അങ്ങനെയാണോ? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്തോ ആദ്യത്തെ 3 പറയാം ഞാൻ ഫസ്റ്റ്. ബാക്കി ആരെങ്കിലും പറയോ? എനിക്ക് ഇന്ന് രസ്ന റെഡി ആയിരുന്നു, പക്ഷെ രസ്ന ഇപ്പൊ ഔട്ട്സൈഡ് ആണ്, റോഡിൽ നിൽക്കുവാന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറയല്ലേ, കാണുന്നവർ വേറെ എന്താന്ന് വിചാരിക്കും. ഓക്കെ രസ്ന, ജസ്റ്റ് ലിസൺ ഓൺലി ആൻഡ് തമന്ന യു ക്യാൻ പ്രൊസീഡ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഷെയർ ചെയ്തിട്ട് Yes, please, Tamanna. We are ready. Good evening, ma'am. Good evening, my dear friends. Okay, ഞാൻ ഈ ഫസ്റ്റ് 3 പോയിന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റില് ഹെൻറി ഫയറിന്റെ ഫസ്റ്റ് 3 points: ഡിവിഷൻ ഓഫ് വർക്ക്, ഡെവലപ്പ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ദെൻ ഡിസിപ്ലിൻ. ഈ ഒരു 3 കുറച്ച് പോയിന്റ്സ് വെച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈഡിംഗ് വർക്ക് ഇൻടു സ്മോളർ ടാസ്ക് ആൻഡ് അസൈനിങ് ദം ടു സ്പെസിഫിക് ഇൻഡിവിജ്വൽസ് ഓർ ടീംസ് ക്യാൻ ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ വർക്ക്, നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ തരുന്ന വർക്ക് നമ്മൾ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് അസൈൻ ചെയ്ത് അവിടെയുള്ള ഒരു ടീമായിട്ടോ ഒരു ടീം വർക്ക് ആയിട്ടോ ചെയ്യാം. ഓരോരുത്തർക്കും നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുവഴി നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്കിൽ വരുന്ന ഏറ്റവും 5 മെറിറ്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ടൈം സേവിങ്. നമുക്ക് ഒരുപാട് ടൈം അതുവഴി സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു പർട്ടിക്കുലർ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുക, ടൈം കളയാണ്ട് ഒരുപാട് ടൈം സേവ് ചെയ്തുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതേപോലെ ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈസിലി അച്ചീവ് ഗോൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ടൈം സേവ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ചാൻസസ് ഓഫ് പെർഫെക്ഷൻ. ഒരു മിസ്റ്റേക്സ് one second Tamanna. Somebody's audio is not muted. I didn't get that name. What is that? Basic. So please mute, because it is an online platform and we couldn't do nothing like this network issues. So please mute all of you, and I too mute myself. And Tamanna, please carry on. Okay ma'am, thank you. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ചാൻസസ് ഓഫ് പെർഫെക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞ പോലെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഒരു സെറ്റ് ഓഫ് വർക്ക് ആ ഒരു രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്ത് ആ ഒരു ഗോളിലേക്ക് ഈസിലി എത്താൻ സാധിക്കും. ദെൻ വർക്ക് സ്ട്രെസ് ഈസ് ലെസ്. എല്ലാവർക്കും ഈക്വലി ഇത് ഡിവൈഡ് ചെയ്ത് തരം തിരിച്ച് നമ്മൾ ഓരോ ജോലികൾ കൊടുക്കുമ്പോൾ ആസ് ആൻ എംപ്ലോയി അവരുടെ വർക്ക് സ്ട്രെസ്സും കുറവായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് നമുക്കൊരു സ്കൂൾ എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ ഒരു സ്കൂളിന്റെ എയിം എന്താണ്? കുട്ടികളുടെ ബെറ്റർ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഹെഡ്, ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പൾ ആവട്ടെ, നമ്മളൊരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് എക്സാം ടൈം ആവുമ്പോൾ ടീച്ചേഴ്സിനെ അസൈൻ ചെയ്ത്, അവിടെ ഓരോ സബ്ജക്ട്സിന് ഓരോ ടീച്ചേഴ്സ് ഉണ്ട്. ആ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ ഇന്ന പോർഷൻ, ഇത്രയും പോർഷൻ ഡിവൈഡ് ചെയ്ത്, ഇപ്പൊ ഒരുപാട് തീരാനുള്ള ഒരു ടോപ്പിക്, ഒരു പോർഷൻ ഉണ്ട്, സെയിം സബ്ജക്ട് തന്നെ എടുക്കാം. ഇപ്പൊ സയൻസ് ആണെന്ന് വിചാരിച്ചു, അപ്പം 2 ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് 2 പേർക്കൂടെ അത് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പേരുടെ എന്താ വർക്ക് സ്ട്രെസ് കുറവായിരിക്കും. അവർക്ക് പെർഫെക്റ്റോട് കൂടി ഇപ്പൊ ഒരു 6 ചാപ്റ്റർ ഉണ്ട്, 3 എണ്ണം ഒരാൾക്ക് എടുക്കാം, 3 എണ്ണം എങ്ങനെയായിരുന്നാലും അവരുടെ എയിം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ റിസൾട്ട് ആയിരിക്കും, കുട്ടികളുടെ. അപ്പോൾ ഈ ഒരു ഇതാണ് എയിമാണ് ഡിവിഷൻ ഓഫ് വർക്കിൽ പറയുന്നത്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, എഫിഷ്യൻസി കൂട്ടാം, ടൈം സേവ് ചെയ്യാം, ഈസിലി നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാം,
then chances of perfection is very high, work stress is less. ഇത്രയാണ് ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ മാനേജ്മെന്റ് ഹാസ് അതോറിറ്റി ടു ഗീവ് ഓർഡേഴ്സ് ടു എംപ്ലോയീസ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ എന്താ പറയുക, അവരൊരു തലപ്പത്ത് നമുക്ക് ഒരാളുണ്ടാവും, ഒരു ഹെഡ് കാണും അല്ലെ. അവരാണ് നമുക്ക് എംപ്ലോയീസിന് എന്ത് തരുന്നത്, ഓർഡേഴ്സ് തരുന്നത്. നമ്മുടെ വർക്ക് ഓർഡേഴ്സ് ആയിരുന്നാലും ഇന്ന കാര്യം എന്താ പറയുക, ഇന്ന ടൈമിൽ വരണം, ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്ത് നമ്മുടെ മേളിലൊരു തലപ്പത്തൊരു അതോറിറ്റി കാണും, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി. ഇപ്പോൾ വർക്ക് ഡൺ അണ്ടർ സംബഡി എൽസ് ഗൈഡൻസ്, ഒരാളുടെ ഗൈഡൻസിലായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജോലി ചെയ്യുന്നത്. അതേപോലെ റെസ്പോൺസിബിലിറ്റി ഓറിയന്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ തന്നെ നമ്മുടെ HOD, നമ്മുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനെ, ഇപ്പോൾ നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സ്കൂളിൽ കാണും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണം, കുട്ടികളെ പറ്റിയാണെങ്കിലും നമ്മുടെ എടുക്കുന്ന പർട്ടിക്കുലർ സബ്ജക്ട്സിനെ പറ്റിയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടേതായിട്ടുള്ള സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ HOD, നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഞാൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ കണക്ട് ചെയ്തത്. ദെൻ മൂന്നാമത്തത് ഡിസിപ്ലിൻ. നമ്മൾ പറയുന്ന പോലെ വിത്തൗട്ട് ഡിസിപ്ലിൻ നത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ഓർ അക്കംപ്ലിഷ്ഡ്. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു ഓർഗനൈസേഷനിലും ഒരു കാര്യവും നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കോർ വാല്യൂ ഓഫ് എ മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഇഫ് വി ആർ വർക്കിംഗ് ഇൻ എ ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ അവർ പ്രൊഫഷണൽ ഗ്രോത്ത് ഓൾസോ ഇൻക്രീസസ്. നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെൽ ഡിസിപ്ലിൻ സ്കൂൾ നമുക്ക് എടുക്കാം. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആസ് എ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു നല്ല ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമ്മൾ മാനേജ്മെന്റ് ആസ് എ ഡിസിപ്ലിനിൽ പറഞ്ഞ സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഹോസ്പിറ്റൽ എന്താണ്, നാളെ ഒരു എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവരവിടെ അലേർട്ട് ആയിരിക്കും. അവർക്ക് ഒരുപാട് പ്രിവെൻഷൻ മെത്തേഡ്, പ്രിക്കോഷൻസ്, എന്ത് കാര്യത്തിനും അവിടെ അവരുടെ മെമ്പേഴ്സ് അലേർട്ട് ആയിട്ട്, ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും എല്ലാവരും ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് നമ്മുടെ പേഷ്യൻസിന് നമുക്ക് സർവീസ് നല്ലപോലെ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു 3 പോയിന്റ് ആണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തത്. മാം ഓക്കെ ആണോ മാം? എന്തെങ്കിലും തെറ്റുണ്ടോ? റോങ് എന്നുള്ള കാര്യമില്ലല്ലോ. താങ്ക് യു മാം, താങ്ക് യു. അല്ല ഇതുമായിട്ടൊന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോ ഈസി ഉണ്ടായിരുന്നു, 3 പോയിന്റ് അങ്ങനെ മനസ്സിലായി. ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽപ്പെട്ട ഭർത്താവിന്റെ അവസ്ഥ. ഓർഡർ ഓഫ് കമാൻഡ് ലിസ്റ്റ്. You are impossible. Okay, fine. So 3 points was nicely done. Then Ma'am, yes, please. Yes. കുറച്ച് പോയിന്റ്സ് You have there are points to add. Please add. Ma'am, 1 second. Okay, ma'am. ഈ ഹെൻറി പെയോൾ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഒരു ഫ്രഞ്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാല്, അദ്ദേഹം പറഞ്ഞല്ലോ ഫ്രഞ്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു മൈനിങ് കമ്പനിയിൽ 1860 അദ്ദേഹം ജോയിൻ ചെയ്തു എഞ്ചിനീയർ ആയിട്ട്. എന്നിട്ട് അദ്ദേഹത്തെ ഒരു മാനേജിംഗ് ഡയറക്ടർ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ പ്രൊമോഷൻ ആക്കി. ആ സമയത്ത് ശരിക്കും അദ്ദേഹം ജോയിൻ ചെയ്ത ആ കമ്പനി ശരിക്കും ബാങ്ക് ഇൻസോൾവൻസി സ്റ്റേജ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നതിലൂടെ അദ്ദേഹം ആ കമ്പനി റിട്ടയർഡ് ആയ ആ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു എക്സലന്റ് കണ്ടീഷനിൽ ആ കമ്പനിയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഇദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. Could you please explain what is meant by this bank insolvency? I'm just asking this for others. Okay, please. അതായത് ആ കമ്പനി നമ്മള് ഒരുപാട് പിന്നെ പാപ്പരത്വം ഒക്കെ മലയാളത്തില് പറയും. Very good. ആ ഒരു വേർഡിൽ തന്നെ മീൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും.
പാപ്പരത്ത് എന്ന് പറഞ്ഞ ആ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതൊന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണേ. ഓക്കെ 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 മാം. അപ്പം അങ്ങനെയാണ് ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ കമ്പനിയിൽ അല്ലെ ഓർഗനൈസേഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ കുറച്ച് പോയിന്റ്സ് പറയാമേ. ഫസ്റ്റ്, ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ തന്നെയും വർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും. എക്സ്ക്യൂസ് മീ, could you please add the points which Tamanna left? Tamanna പറഞ്ഞ പോയിന്റ്സ് പറയണ്ട, അല്ലാതെ എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഇതും കൂടെ പറഞ്ഞാൽ കണക്ട് ആവുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ല 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 ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഓർക്കണില്ല അദ്ദേഹം പുള്ളിക്കാത്തി എന്തൊക്കെയാണ് ഞാൻ എഴുതി വെച്ചതെങ്കിലും പറയുന്നേ ഉള്ളേ. ഓക്കെ, നോ പ്രോബ്ലം, പ്രൊസീഡ്. അങ്ങനെ വിചാരിക്കില്ല ഞാൻ ഇത്രയും പറഞ്ഞു അത് തന്നെ വീണ്ടും പറയുകയാണ്. അതല്ല നമുക്ക് ടൈം സേവ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വേറെ രീതിയിൽ എഴുതി വെച്ചത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ അറിയാം. ഇപ്പൊ ഒരു ബാങ്കിലൊക്കെ തന്നെ നമ്മൾ ബാങ്കിന്റെ കേസ് എടുത്താൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പം കളക്ഷൻ ഓഫ് ക്യാഷ്, പിന്നെ ഇഷ്യൂ ഓഫ് ചെക്ക് ബുക്ക്, അങ്ങനെ. അപ്പൊ ഈ ഓരോ വർക്കുകളും ഡിവൈഡ് ചെയ്തു ഓരോരുത്തർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കത് പെട്ടെന്ന് തന്നെ ഈ ടൈം സേവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക് നമുക്ക് ഏതൊരു രീതിയിലാണെങ്കിലും അത്യാവശ്യമാണ്. പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും കൈകോർത്ത് നടക്കുന്ന ഒരു സംഭവം ആണ് എല്ലായിടത്തും. ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയും. അപ്പോൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂട്ടിയാണ്, ശരിക്കും പറഞ്ഞ സബോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റി വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ലീഡ്സ് ടു ഇറസ്പോൺസിബിൾ ബിഹേവിയർ എന്നാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതോറിറ്റിയിൽ നമുക്ക് റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ലല്ലേ? അതായത് മാം ക്ലിയർ ആവുന്നില്ല അല്ലേ? യെസ്, ക്ലിയർ, എനിക്ക് ക്ലിയർ ആണ്. ക്ലിയർ ആവുന്നുണ്ട്. പിന്നെ positive that she just on the video and explaining, so I think it will be like our two senses are active, like visual and auditory senses. നമ്മൾ കേൾക്കുക മാത്രമല്ല കാണുന്നുണ്ട്. ഡേയ്സിൻ തന്നെയല്ലേ പേര്, അതിലുള്ള പേര് തന്നെയല്ലേ ഡേയ്സിന്റെ. നമ്മള് ഫേഷ്യൽ എക്സ്പ്രഷനും നോൺ വെർബൽ ക്യൂസും എല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ്, ഡേയ്സിൻ വളരെ കോൺഫിഡന്റ് ആണ്. സോ അത് ഞങ്ങൾക്ക് കാണാം. സോ ഞങ്ങൾക്ക് അല്ലേ, am I right? Yes, ma'am. Yes. അപ്പോ നെക്സ്റ്റ് വൺ മാം, ഡിസിപ്ലിനിലാണ് വരുന്നത്. എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റിലെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ completion of task within the specified timeline to yield tangible result. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കറക്റ്റ് സ്പെസിഫിക് ടൈമിൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ അത് നേടിയെടുക്കാൻ പറ്റുന്നതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് റെഫർ ചെയ്യുന്നത് കംപ്ലീഷൻ ഓഫ് ടാസ്ക് കറക്റ്റ്ലി ആൻഡ് അറ്റ് മിനിമൽ കോസ്റ്റ്. അതാണ് എഫിഷ്യൻസി. ഏറ്റവും മിനിമൽ കോസ്റ്റ് വെച്ച് നമുക്ക് ഒരു ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് പറഞ്ഞാൽ ഓൺലി വൺ സുപ്പീരിയർ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൺ സുപ്പീരിയർ ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഈച്ച് സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ അറ്റ് ദ സെയിം ടൈം ആൻഡ് ബി അക്കൗണ്ടബിൾ ടു ദാറ്റ് സുപ്പീരിയർ. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് ഓർഡർ രണ്ട് സുപ്പീരിയർമാർ കൊടുക്കുവാണെങ്കിൽ അതൊരു കൺഫ്യൂഷൻ ആവും. അപ്പൊ അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യും.
ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ നമുക്ക് ഓർഡർ കിട്ടി അതനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അദ്ദേഹത്തോട് മാത്രമേ നമുക്ക് അക്കൗണ്ടബിൾ ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു യൂണിറ്റി ഓഫ് കമാൻഡിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അടുത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അതിൽ പറയുന്ന വൺ ഹെഡ് വൺ പേഴ്സൺ ഫോർ പ്രൂവ് അറ്റ് ആക്ടിവിറ്റീസ് ഹാവിംഗ് സെയിം ഒബ്ജക്റ്റീവ്സ്. It should be carried under the direction of one head and should be effective coordination in all activities. ഇതിൽ ഒരു ഹെഡ് നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുണ്ടാകുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ കോർഡിനേഷൻ ഓഫ് ഓരോ ഹെഡും എല്ലാവരുടെയും കോർഡിനേഷൻ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് അവിടെ വേസ്റ്റ് ഓഫ് റിസോഴ്സസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം എപ്പോഴും മുകളിൽ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്, അവിടുത്തെ ഓരോ എംപ്ലോയീസിന്റെ ആവരുത്. അപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഒരു മാനേജർ അവരുടെ നല്ലൊരു ശമ്പളം കിട്ടണമെന്ന്, അയാൾക്ക് നല്ല സാലറി കിട്ടണം എന്നുള്ള ഒരു ഇതിലായിരിക്കും കയറുന്നത്. അപ്പൊ പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് സാക്രിഫൈസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഈ പ്രിൻസിപ്പളില്. കാരണം ഫസ്റ്റ് ആ കമ്പനിയുടെ ഇൻട്രസ്റ്റ്, അതായത് അതിന്റെ ഒരു ഗോള് നല്ല രീതിയിൽ അച്ചീവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മാനേജർക്കും ആ ഒരു പ്രോഫിറ്റിൽ നിന്നും അദ്ദേഹത്തിന് നല്ല സാലറി കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. മിക്ക കമ്പനികളും വിചാരിക്കണേ, ആളുകളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചിട്ട് കുറച്ച് സാലറി കൊടുക്കുക. എംപ്ലോയീസ് എന്താ വിചാരിക്കുന്നത്, കൂടുതൽ സാലറി വാങ്ങിക്കുക, കുറച്ച് പണിയെടുക്കുക. മിക്കവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അടുത്തത് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും എംപ്ലോയീസ് ഷുഡ് ബി ഫെയർ ആയിട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ടും റെമ്യൂണറേഷൻ കൊടുത്തിരിക്കുന്നത്. അത് എംപ്ലോയീസിനും ഓർഗനൈസേഷനും കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ എംപ്ലോയീസിന് കൊടുക്കണം. അതിപ്പം ഓരോ ഓർഗനൈസേഷനിലും വ്യത്യാസപ്പെടും. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനും നേച്ചർ ഓഫ് വർക്ക്, കോസ്റ്റ് ഓഫ് ലിവിങ്, അതൊക്കെ വെച്ച് ഓരോ ഓർഗനൈസേഷനിലും വ്യത്യാസപ്പെട്ടിരിക്കും. എംപ്ലോയീസിന് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ റീസണബിൾ വേജസ് അവർ ചെയ്യുന്ന സർവീസിന് നമ്മൾ കൊടുത്തിരിക്കണമെന്നാണ്. ഇപ്പോൾ ഓർഗനൈസേഷൻ ഹയർ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ എംപ്ലോയീസിന് ബോണസ് വഴിയായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അടുത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അത് ഓരോ എംപ്ലോയീസിന്റെ എക്സ്പീരിയൻസും സബോർഡിനേറ്റിന്റെ എബിലിറ്റിയും ഒരു ഓർഗനൈസേഷന്റെ സൈസും ഒക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ചിലപ്പം ടോപ്പ് ലെവലില് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി അറ്റ് ടോപ്പ് ലെവല്. അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വേണം എടുക്കാനായിട്ട്. അപ്പൊ പക്ഷെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോഴോ അപ്പം അത് ഡീസെൻട്രലൈസേഷൻ അവിടെ വരും. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അതോറിറ്റി കൊടുത്ത് ആ ലെവലിലെ ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് നടത്തുന്ന ആ മാനേജ്മെന്റ് കീഴിലുള്ള എല്ലാവർക്കും അതോറിറ്റി കൊടുത്ത് അപ്പൊ അവര് അത് ആ അതോറിറ്റി ആ ലെവലിൽ കൊടുക്കും. സെൻട്രലൈസേഷൻ ടോപ്പ് ലെവലിലാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അത്രേ എഴുതിയിട്ടുള്ളൂ മാം, അത്രേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു മാം. So very well done, very nice. Like ആ വീഡിയോ ഓൺ ചെയ്തത്
കാരണം ഞാൻ അത് പറയില്ല, നിങ്ങളായിട്ട് തന്നെ അത് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഒരു പവർ വരുന്നത്. സോ സൈൻ ഇൻ ആക്ച്വലി വീഡിയോ ഓൺ ചെയ്ത് ചെയ്യേണ്ടതാണ്, പലപ്പോഴും നമുക്ക് നടക്കുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് വെരി നൈസ് തമന്ന ആൻഡ് ഡേസി. ഓർ anyone else who can do the balancing, or do you have any other points or any examples that you can relate more precisely? ഡീസെൻട്രലൈസേഷൻ മിസ്, എൻ്റെ പേര് അമൃത. ഞാൻ ഡീസെൻട്രലൈസേഷന് ഒരു എക്സാമ്പിൾ പറഞ്ഞു, എളുപ്പത്തിലുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ എപ്പോഴും എനിക്ക് എക്കണോമിക്സിൽ എന്തോ പഠിച്ചപ്പോഴത്തേക്ക് ഉള്ളൊരു എക്സാമ്പിൾ ആണ്. ശരിയാണെന്ന് അറിഞ്ഞൂടാ, തെറ്റാണെന്ന് അറിഞ്ഞൂടാ. മിസ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു വർക്ക് ആയിരിക്കുമല്ലോ. ഒരു ഓർഗനൈസേഷൻ ആയാലും ഒരു വലിയ കമ്പനി ആയാലും വലിയൊരു വർക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വളരെ കുഞ്ഞു പോർഷൻ ആയിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ഉണ്ടല്ലോ മിസ്സേ, അതില് നമ്മൾ ഓരോ ഭാഗങ്ങള് ഓരോരുത്തരല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ അവര് അതിനകത്ത് കുറച്ചും കൂടി സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം കൺസ്യൂം. ഇപ്പൊ ഒരു കാര്യം തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിന്റെ സ്പീഡ് കൂടും. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എന്തുവാണ്, ടൈം കൺസംഷൻ കുറയും, പ്രോഫിറ്റ് കൂടും. ഇതാണ് ഈ ഡീസെൻട്രലൈസേഷനിലെ എനിക്ക് എപ്പോഴോ കേട്ട ഒരു എക്സാമ്പിൾ പെട്ടെന്ന് വന്നപ്പോൾ സ്ട്രൈക്ക് ചെയ്താണ്. കുറേ നാളായി ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ശരിയാണെന്ന് വിശ്വസിക്കുന്നു. Thank you. Ma'am. Thank you so much. Yes, please. Ma'am, നമ്മുടെ രസ്ന ഇപ്പൊ എവിടെയാ? റോഡിൽ നിന്ന് ബഹളം വെക്കുമെന്ന് തോന്നുന്നു. എനിക്ക് രസ്നയുടെ കമന്റ് വായിച്ചിട്ട് പാവം തോന്നുന്നു. അവള് നല്ല പ്രിപ്പയർഡ് ആയിട്ടാണെന്ന് തോന്നുന്നു. കണ്ട് വീട്ടിലെത്താറായോ രസ്ന, അതോ ഇനി സമയം എടുക്കോ? പെട്ടെന്ന് എത്തിക്കോ, 15 മിനിറ്റ് കൂടെ ഉണ്ട്. അതെ. Okay, so we already done some points out of this 14, and മാം, നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതൊക്കെ സെക്ഷനൊക്കെ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടെ നടക്കുന്ന ഇതായിട്ട് ബേസ്ഡ് ആണ്. കാരണം അവിടെ ഒത്തിരി സെക്ഷൻസ് ഉണ്ടല്ലോ. മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. അവിടെ ഇതെല്ലാം നടക്കുന്നതാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, പല സെക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് പറയണേ. അവിടെ റിക്രൂട്ട്മെന്റ് സെക്ഷൻ ഉണ്ട്, എക്സാം സെല്ലുണ്ട്, പിന്നെ SC/ST UGC സെല്ലുണ്ട്. ഞാൻ റിക്രൂട്ട്മെന്റിൽ കുറച്ചൊരു 4 മാസം, ഇപ്പോഴും അല്ല, ഫ്യൂ ഇയേഴ്സ് ബാക്ക്, കുറേ വർഷങ്ങളായി ഡെയിലി വേജസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ റിക്രൂട്ട്മെന്റിൽ ഇതേപോലെ കുട്ടികളുടെ ഓരോ ബാച്ച് ഇത് വരുന്നതാണ്. മറ്റേ ഓരോരുത്തരുടെ ഫയലുകളും കാര്യങ്ങളുമാണ് അവിടെ ചെയ്യണത്. അവർ എല്ലാവരും ഓരോ സെക്ഷൻ തിരിച്ചിട്ട്, ഒരു BSc ആണെങ്കിൽ അത്, BTech, അങ്ങനെ ഓരോ ഇതിലാണ് അവർ ചെയ്യുന്നത്. അത് പിന്നെ റിക്രൂട്ട്മെന്റ് SC/ST UGC സെല്ലിലാണെങ്കിൽ നമ്മളിപ്പോൾ SC/STയിൽ ഉള്ള കുട്ടികളുടെ ഓരോ കാര്യങ്ങളുടെ അവരുടെ ഫീസായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്റ്റൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ UGC സെല്ലിലാണെങ്കിൽ അവിടെ ഇതുപോലെ ഒരു അതോറിറ്റി, ഒരു ഓഫീസറാണ്, സെക്ഷൻ SO എന്നും പറഞ്ഞ് ഉണ്ടാവും. അവരാണ് ഇത് നമ്മൾക്കെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഓരോ എംപ്ലോയീസിനും ഓരോ കാര്യങ്ങളായിട്ട് തിരിച്ചു തരും. അപ്പൊ ഇവര് പറഞ്ഞതായിട്ട് അതായിട്ട് നല്ല കണക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന ചില ഓർഗനൈസേഷനുമായിട്ടൊക്കെ സ്റ്റിച്ചിങ് യൂണിറ്റ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാകും. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. മാം, അത് എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേപോലെ തന്നെയല്ലേ? അതായത് ഓരോരോ ഡിവിഷൻ ഓഫ് വർക്ക് അങ്ങനെ തന്നെയല്ലേ? ഇതിപ്പോ BCom ആയാലും കമ്പ്യൂട്ടർ ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും പിന്നെ ബാക്കി BA ഇംഗ്ലീഷ്, BA മലയാളം, അങ്ങനെയുള്ളതായാലും എല്ലാവർക്കും വേറെ റെക്കോർഡ്സ്, അതായത് അവരുടെ റെക്കോർഡ്സ് സൂക്ഷിക്കല്, അവരുടെ എല്ലാ കാര്യങ്ങളും വേറെ അല്ലേ ചെയ്തു വെച്ചിട്ടുണ്ടാവുക? അതെ, ഹസീന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് കൂടുതൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു മാത്രം. സോ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല,
ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും നമുക്കറിയാം. പിന്നെ ടെമ്പററി ആയിട്ട് ചില ഡിവിഷൻ ഓഫ് വർക്ക് നമ്മളുടെ വീടുകളിൽ നടക്കാറുണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നടക്കാറുണ്ട്. ഒരു അംഗൻവാടിയിലാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് വർക്ക് നടക്കാറുണ്ട് അല്ലെ. സോ അതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താ? എഫിഷ്യൻസി, എഫക്റ്റീവ് ആകുക, ടൈം കൺസപ്ഷൻ കുറയ്ക്കുക. ഇതൊക്കെ തന്നെയാണ് ഡിവിഷൻ ഓഫ് വർക്ക്. പിന്നെ ആ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ദേ വിൽ ടേക്ക് ലെസ് ടൈം ദാൻ അതേഴ്സ്. അതുമുണ്ട് ഓഫീസർ എന്ന് പറയുന്ന ആ സാറ് എന്ത് നല്ല പേഴ്സണാലിറ്റി ആണെന്നറിയോ. അങ്ങനെ എല്ലാരിലും കാണില്ല. എനിക്കറിയാം, ഇപ്പൊ കുറെ വർഷങ്ങളായി ഞാൻ ചെയ്തു പോന്നിട്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെയാണോന്ന് അറിയില്ല. അവരുടെ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അത്രയും പൊസിഷനിൽ ഇരിക്കുന്ന സാറാണെന്ന്. ഒരു ചെറിയ താഴ്ന്ന എംപ്ലോയീസിനോട് വരെ അവര് സാധാരണ പോലെയാണ് പെരുമാറാനില്ല. അവരുടെ വർക്കിൽ അവര് നല്ല എഫിഷ്യൻസിയും നല്ല കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫുഡ് വാങ്ങിച്ചു അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ പുള്ളിക്കാരൻ ഫുഡൊക്കെ വാങ്ങിച്ചു എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. പിന്നെ എന്ത് കാര്യങ്ങളുണ്ട്, ഇപ്പൊ ടൂർ പോയി അവരെല്ലാരും കൂടി ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോ വന്നപ്പോ പറയാണ് കുറെ ചുരിദാർ കണ്ട്, അപ്പൊ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്ന് ഇത് പറയണേ. അപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ചും കൂടി തിളക്കമുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കല്ലോ ആ സമയത്ത് ഇടണത്. മാരേജ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ആ അസീന ഇട്ട ആ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും സാർ അത്ര പൊസിഷനിൽ ഇരിക്കണെങ്കിലും അത്ര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം അങ്ങനെ നല്ലൊരു, ഇപ്പോഴും അത് നല്ലൊരു മെമ്മറബിൾ ആയിട്ട് ഇരിക്കണ മനസ്സിൽ. അതെല്ലാരും ഷെയർ ചെയ്തു. മാം, ഡിവിഷൻ ഓഫ് വർക്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബർഗർ ഷോപ്പിൽ പോയി മെക്ഡൊണാൾഡ്സിൽ ബർഗർ വാങ്ങാൻ പോകുമ്പോൾ ഒരാൾ ഓർഡർ എടുത്തിട്ട് വേറൊരാള് പിന്നെ ബില്ല് ചെയ്യുന്നിടത്തുണ്ടാവും. അതുപോലെ തന്നെ വേറൊരാളായിരിക്കും അവരുണ്ടാക്കുന്നത്, ഒരാളായിരിക്കും പാക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും നമുക്ക് തരുന്നത്. എല്ലാവരും പല ആൾക്കാരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ഡിവിഷൻ ഓഫ് വർക്കിന് സിമ്പിൾ എക്സാമ്പിൾ അല്ലേ? സോ ദാറ്റ് മീൻസ് കോർഡിനേഷൻ വേണം അവർ തമ്മിൽ, അല്ലെങ്കിൽ ആകെ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആവും അല്ലെ. സോ ആ കോർഡിനേഷൻ അവരുടെ ആ ഡിവിഷൻ ഓഫ് വർക്കിന്റെ കൂടെ ഒരു സബ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ആ ഒരു കോർഡിനേഷൻ. ഇല്ലെങ്കിൽ റിസൾട്ട് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാകും. ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു, ആ ഒരു ഇത് വരുന്നത്. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്ക് അത് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. സോ നമ്മൾ അതുപോലെ സ്കലാർ ചെയിനില് നമ്മളിപ്പോ ഈ സ്കലാർ ചെയിനില്ലേ 9th പോയിന്റ് അല്ലേ, അതില് നമ്മൾ പറയുന്ന ഇപ്പോ ഓരോ ഹയർ ലെവല്, ഇപ്പൊ ബോസ്, ഡയറക്ടർ, മാനേജേഴ്സ്, അതിനുശേഷം മിഡിൽ ലെവല്, ലോവർ ലെവല്, അങ്ങനെ വരൂലേ. അതുപോലെ നമുക്ക് ആർമീസിലും പറഞ്ഞൂടെ, ആർമിക്കാരിൽ ഏറ്റവും ഹയർ പൊസിഷനില് ഫീൽഡ് മാർഷല്, അതിനുശേഷം ജനറൽ ലഫ്റ്റനന്റ് കേണൽ, അതിനുശേഷം മേജർ, പിന്നെ ബ്രിഗേഡിയർ, പിന്നെ കേണല്, പിന്നെ ലഫ്റ്റനന്റ്. ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ സ്കലാർ ചെയിനും സെയിം അല്ലേ. ഇപ്പോൾ സ്കൂളിൽ അല്ല, ഈ ഓർഗനൈസേഷനിൽ ഡയറക്ടർ, മാനേജ്മെന്റ് ബോർഡ് കാര്യങ്ങൾ, പിന്നെ മിഡിൽ ലെവലിലുള്ള എംപ്ലോയീസ്, ഈ GM, പിന്നെ മാനേജേഴ്സ്, പിന്നെ താഴെ വരുന്ന ലോവർ ലെവൽ എംപ്ലോയീസ്, ഇവരൊക്കെ ഇങ്ങനെ ചെയിൻ ആയിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? യെസ്, വി ക്യാൻ സീ ലൈക്ക് ദാറ്റ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതുപോലെ തന്നെ ആ ഒരു ഹൈറാർക്കി അതുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം മാനേജിംഗ് ഡയറക്ടേഴ്സ് 3 പേരാണ്. ജെരു സാറ്, പ്രസിദ്ധ മാം, സിൻഡാസ് സാർ. പിന്നെ പല സെക്ഷൻസ് ഉണ്ട്. ടെലികോളേഴ്സിന്റെ ഒരു സെഷൻ, ടെക്നിക്കൽ സപ്പോർട്ട്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ അക്കൗണ്ട്സ്, അങ്ങനെ പല സെഷൻസ് ഉണ്ട്. അവിടെ തന്നെ പിന്നെ ടീച്ചേഴ്സ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ലീഡേഴ്സ് അങ്ങനെയുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ടീച്ചർ, മോണ്ടിസോറിക്ക് വേറൊരു ടീച്ചർ ലീഡർ, അങ്ങനെ. അപ്പൊ നമ്മളുടെ സ്റ്റാഫിന്റെ, ക്ലാസ് എടുക്കുന്ന സ്റ്റാഫിന്റെ പല കൺസേൺസും നമുക്ക് ടോപ്പ് ലെവലിലേക്ക് നേരെ അവരെ എപ്പോഴും വിളിക്കുന്നതിന് പകരം നമുക്ക് ഈ ലീഡർ ആയിട്ടുള്ള ടീച്ചറെ ഇൻഫോം ചെയ്താൽ മതി. സോ ദേ വിൽ ഹാൻഡിൽ ദാറ്റ് ആ ഒരു രീതിയിൽ. അങ്ങനെ നമുക്ക് പിന്നെ ഞാൻ യൂണിറ്റി ഓഫ് കമാൻഡിൽ ഒരു ചെറിയ പോയിന്റ് എഴുതിച്ചു, അതുകൊണ്ട് ഞാൻ ഏതായാലും പറയാം. അതായത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥര്, ഒരു ജോലിക്കാരി, ഒരു കമ്പനിയിൽ 2 ഓണേഴ്സ് ഉണ്ട്. എന്നിട്ട് ഒരു ജോലിക്കാരിയോട് അവര് ജോലി വിട്ട് പോകാൻ പോകുമ്പോൾ ഒരാൾ പറയാം അവരോട്, ഈ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ചെയ്യണം. വേറെ ഓണർ പറയാം, നീ ഇപ്പം സൈറ്റിലേക്ക് പോകണം. അപ്പൊ അവിടെ എന്ത് വന്ന് കൺഫ്യൂഷൻ വന്നു. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവണം? യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവണം. ഒരു കമാൻഡേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ.
ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അവിടെ എന്തുണ്ടാവണം? ഐക്യം ഉണ്ടാവും. ഈ പോയിന്റും കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പറഞ്ഞൊക്കെ വെച്ചു. വെരി ഗുഡ്. ഓക്കെ ഫൈൻ. സോ മാം അപ്പോഴേ നമ്മൾ ചുരുക്കി പറഞ്ഞ ഇത് നമുക്ക് ഇത് 14 പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുത്തങ്ങ് പഠിക്കാം അല്ലേ? എക്സാമ്പിൾ എല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾ റിലേറ്റ് ചെയ്യൂ. അത് ഏതായാലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ആണെങ്കിലും അങ്ങനെ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. സോ ഓക്കെ ഫയോൾ അദ്ദേഹം ആരാ പറഞ്ഞ നമ്മുടെ മൈനിങ് എഞ്ചിനീയർ ആയിരുന്നു, പിന്നെ മാനേജിംഗ് ഡയറക്ടർ ആ ഒരു പോസ്റ്റിലേക്ക് വന്നു. സോ അദ്ദേഹത്തിന്റെ കുറെ ഒബ്സർവേഷനും അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം പോസ്റ്റുലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ 14 പ്രിൻസിപ്പിൾസ്. ഓക്കെ ഫൈൻ. സോ നിങ്ങൾ പറഞ്ഞതപ്പോ യൂണിറ്റി centralization, scalar chain. Okay. So whatever it be, division of work il vanna main points, let me repeat: productivity, efficiency, accuracy, speed. Alle division of work ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് productivity, efficiency, accuracy and speed. Then authority and responsibility. അത് രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് ഡേസിൽ പറഞ്ഞു. രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്, രണ്ടും വേണം, ഒരെണ്ണം മാത്രം പോരാ. റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ അതോറിറ്റി വോണ്ട് വർക്ക് വെൽ, അതോറിറ്റി ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വോണ്ട് വർക്ക് വെൽ. ആ രീതിയിൽ കൈകോർത്ത് പിടിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. സോ ആൻഡ് ദേ നീഡ് ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ് ഫോർ ഡൂയിങ് ദി വർക്ക്. അവര് റെസ്പോൺസിബിൾ ആകണമെങ്കിൽ ദേ ഷുഡ് നീഡ് ഗൈഡൻസ് ആൻഡ് ഓർ ലീഡർഷിപ്പ് അല്ലെ. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു താല്പര്യത്തോടു കൂടി ആ ഒരു വർക്ക് ചെയ്യുള്ളൂ. സോ റെസ്പോൺസിബിൾ ആകുള്ളൂ, നമ്മൾ മോർ കമ്മിറ്റഡ് ആകുള്ളൂ ആ വർക്ക് ചെയ്യാനായിട്ട്. ഇഫ് നോബഡി ഈസ് ദയർ ടു, നാഥനില്ലാത്ത എന്ന് പറയുന്ന പോലെ നോബഡി ഈസ് ദയർ ടു ഗൈഡ് ഓർ ലീഡ്, വി വോണ്ട് ഡു എനിത്തിങ് അല്ലെ. സോ ഡിസിപ്ലിൻ. Discipline is very, very, very important. Without discipline, അതൊരു വീടാണെങ്കിലും ഒരു നാടാണെങ്കിലും ഒരു സൊസൈറ്റി ആണെങ്കിലും ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിപ്ലിൻ. ഈവൻ ദോ നമ്മൾ പോകുന്ന ഒരു ജിംനേഷ്യം അല്ലെങ്കിൽ ഒരു എറോബിക്സിന് പോകുന്നു, സൂംബ ഡാൻസിന് പോകുന്നു, അവിടെയും ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് വെൽ അല്ലെ. സോ ഡിസിപ്ലിൻ ഈസ് വെരി വെരി നീഡഡ്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്നതാണ് ഗുഡ് പെർഫോമൻസ്. അതുപോലെ തന്നെ ആ ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ട് മാനേജ്മെന്റിലെ എല്ലാ ലെവൽസും തമ്മിൽ നല്ലൊരു ഇന്റർ റിലേഷൻ ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ എന്താ, കുറെ പേര് ഹയർ അതോറിറ്റിയുടെ തലയിൽ കയറിയിരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. അവിടെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. പേഴ്സണലിയും ഉണ്ടാകും, പ്രൊഫഷണലിയും ഉണ്ടായിരിക്കും. ആ ഒരു റെസ്പെക്ട് പരസ്പരം ഉണ്ടാകും. ഏത് ജോബ് ചെയ്യുന്നവർ തമ്മിലും ആ ഒരു റെസ്പെക്ട് പരസ്പരം ഉണ്ടാകും. സോ നമ്മളൊരു വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിന്റെ വ്യത്യാസം വരും. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് വേറൊരു ജോബ് നമ്മൾ സെർച്ച് ചെയ്ത് പോകുമ്പോഴും ദാറ്റ് വിൽ ബി എ എന്താ പറയുക, നമ്മൾ ഒരു തൂവൽ നമ്മളുടെ കിരീടത്തിൽ ഒരു എക്സ്ട്രാ വന്ന പോലെ തന്നെ ഞാൻ വന്നു. രസ്ന, ഓക്കെ രസ്ന, വാട്ട് യു വാണ്ട് ടു ഷെയർ? മാം രസ്ന പറഞ്ഞ പോലെ ഇത് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് രസ്ന വന്നാലേ അറിയുള്ളൂ. വന്നു ഹലോ, ഞാൻ ഓടി പഠിച്ചു വന്നതാ. ഓക്കെ. ഞാൻ ഈ 14 ഞാനൊരു കൂട്ടുകുടുംബം, അതായത് ഇപ്പൊ നമ്മുടെ പണ്ടൊക്കെ ഉള്ള, ഇപ്പോഴത്തെ കൂട്ടുകുടുംബം അല്ല, കുറച്ചുകൂടെ മുൻപ് ഒരു ജയറാമിന്റെ ഒരു മൂവിയിലൊക്കെ ഉണ്ട്, ആള് അച്ഛനെ തെരഞ്ഞു ചെല്ലുന്ന ഒരു മൂവിയാണ്. അത് ശരിക്കും ഒരു കൂട്ടുകുടുംബമാണ്. അതിലുള്ള ഒരു അതുപോലൊരു കൂട്ടുകുടുംബം വെച്ചിട്ട് ഇത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് പറയാം ഓരോന്നും. ഞാൻ സെന്റൻസ് ആയിട്ട് അങ്ങനെയൊന്നും പറയണില്ല, ജസ്റ്റ് ഈ കൂട്ടുകുടുംബം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പൊ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ് അതിൽ വരുന്നത്. അതിന് മുന്നേ നമ്മുടെ ഫയോളിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ഫയോളും ഉണ്ട്, അതുപോലെ തന്നെ ടൈലറും ഉണ്ട്. ഇതിൽ ഫയോൾ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. അതായത് എംപ്ലോയീസിന് കുറച്ച് ഇമ്പോർട്ടൻസും മാനേജ്മെന്റിനും ഓർഗനൈസേഷനും കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഫയോള്. അതിലേറെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്തിട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ള ആള് ശരിക്ക് ടൈലറാണ്. അത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ അറിയാം, അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ആളുടെയും
നമ്മുടെ ഫയോളുടെ ആളുടെയും പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ അറിയും. അപ്പൊ ഇനി ഫസ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്കില് നമ്മുടെ കൂട്ടുകുടുംബം എടുത്ത് നോക്കിയാല് വലിയൊരു കൂട്ടുകുടുംബമാണ്. അവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഒരാളുണ്ടാവും, ഒരു കാരണവരുണ്ടാവും, പിന്നെ അവിടെയുള്ള പെൺമക്കളും അവരുടെ ഹസ്ബൻഡ്സും അവരുടെ മക്കളും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടില്. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്കിൽ വരുമ്പോ ഇപ്പൊ വീട്ടു ജോലി തന്നെ എടുക്കാം നമുക്ക്. ഒരു മൂവി ഉണ്ട്, എന്താണ് എനിക്കറിയില്ല, ഒരു സിനിമാ നടിയൊക്കെ വന്നിട്ട് ആളെ കാണാൻ പോവുമല്ലോ നമ്മളെ 3 നടിമാര്, ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു പടമുണ്ട്. അതിലുള്ള അത് നോക്കിയാൽ മതി. അതിലുണ്ട് നീ അടിച്ചു ഞാൻ കഞ്ഞി വെക്കാം. അതില് പറയുന്നുണ്ട് നീ അടിച്ചു വാര് ഞാന് ചോറ് വെക്ക, നീ അലക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു 3 പേരും ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ആ വീട്ടിലുള്ള ജോലികൾ മൊത്തം. അത് എക്സാമ്പിൾ ആക്കി എടുത്താല് നമ്മൾ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും ഇപ്പൊ ഏട്ടന്റെ വൈഫ്, അനിയന്റെ വൈഫ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരാൾ അടിച്ചു വാരുക, ഒരാള് നിലം തോത്തുക, ഒരാള് കുക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഓരോ ഡിവിഷൻ ആയിട്ട് എടുത്താല് പെട്ടെന്ന് ആ ജോലി തീരും. അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി ഉണ്ട്, ഒരാൾ വെറുതെ ഇരിക്കണം എന്നുള്ളൊരു കുശുമ്പ് ഉണ്ടാവില്ല, എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന പണിയൊക്കെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തീരും. അതാണ് ശരിക്കും ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് നമ്മുടെ ഫയോള് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ജോലി തീർത്ത് നല്ല അക്യുറേറ്റ് ആയിട്ട് സ്പീഡായിട്ട് എല്ലാം തീർത്ത് ശരിയാവാന്നുള്ളത്. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ശരിക്കും ടോപ്പ് ലെവലിൽ വെച്ച് നോക്കുമ്പോഴാണ്, അതായത് അതോറിറ്റി വേണം, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പിടുത്തം വേണം അവിടെ. അതുപോലെ തന്നെ ഇവരൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ ക്ലിയർ ആയിട്ട് ഞാൻ നോക്കണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വേണം. ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടായാലേ പറ്റുള്ളൂ. അത് ശരിക്കും ഒരു ജോയിന്റ് ഫാമിലിയിലുണ്ട്. മുകളിലത്തെ ആളുടെ ആ ഒരു അതോറിറ്റി ഇല്ലാണ്ട് ആ ഒരു ഫാമിലി ഒരിക്കലും അങ്ങനെ ക്ലിയർ ആയിട്ട് കൈകോർത്ത് പോകാൻ കഴിയില്ല. അയാളുടെ ആ നോട്ടവും അയാളുടെ ആ പിടുത്തവും അതില്ലെങ്കിൽ അവിടെ ഉറപ്പാണ് അടി ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അതങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയൂല. സെക്കൻഡ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിനും ഈ അതോറിറ്റിന്റെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് ശരിക്കും ഒരു ഫാമിലിയിൽ ഉണ്ടാവും. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഇപ്പൊ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാത്ത പിള്ളേര്, പറഞ്ഞാൽ കേൾക്കാത്ത മരുമക്കള്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വീട് തകർന്ന് അവിടെ ഇല്ല, വേറൊന്നും ഇല്ല അവിടെ, അത് പോയി, ആ ജോയിന്റ് ഫാമിലി തീർന്ന് വേറെ ഫാമിലി ആയിട്ട് പോകും അത്. അപ്പോ ഡിസിപ്ലിൻ എന്തായാലും വേണം, അല്ലെങ്കിൽ അവിടെ കച്ചറ ഉണ്ടാവും, അടിപിടി ഉണ്ടാവും, അങ്ങനെ പൊട്ടിപ്പോകും ഫാമിലി മൊത്തം. പിന്നുള്ളത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാര്യയുടെ അമ്മയുടെ ഇടയിൽപ്പെട്ട അവസ്ഥ. അതായത് ഭാര്യ പറയണേ കേൾക്കണം, അമ്മ പറയണേ കേൾക്കണം. ഇത് രണ്ടും കൂടെ ആവുമ്പോ ഭർത്താവ് ശരിക്കും ഭ്രാന്ത് പിടിക്കും, ആ അവസ്ഥ. അതായത് ഇപ്പോ ഭാര്യയും അമ്മയും ഒരുപോലെ നല്ല രീതിക്ക് കൊണ്ട് നടക്കുകയാണ്, അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെങ്കിൽ അവിടെ ഒരൊറ്റ ഓർഡറേ വരുള്ളൂ, ഒരു കാര്യമേ വരുള്ളൂ. ഈവൻ അവർ രണ്ടുപേരും അടി പിടിച്ചിട്ട് ഭാര്യ എനിക്കിന്ന് പുറത്തു വേണം, അമ്മ നീ ഇന്ന് പോണ്ട എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ ഉണ്ടല്ലോ. രണ്ടും ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, നമ്മുടെ തല പോവും. ഭാര്യനോട് നമുക്കിന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ ആള് പിണങ്ങിപ്പോയി, അമ്മനോട് ഞങ്ങളൊന്ന് പോട്ടെ വെച്ചാ അമ്മയും പിണങ്ങിപ്പോയി. അപ്പൊ ഇതിന്റെ ഇടയിൽപ്പെട്ടവര് നിൽക്കണ ഭർത്താവിന്റെ ശരിക്കുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അവിടെ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുക. രണ്ടും ചെയ്യേണ്ടി വരും, രണ്ടും ചെയ്യാതെക്കാനോട്ട് പറ്റൂല. അപ്പൊ ഒരു ഓർഡർ മാത്രം ഉണ്ടാവുക, ഇനി ഓഫീസ് കാര്യത്തിലായാലും ഒരു ഓർഡർ മാത്രം വരാൻ, ഒരു കമാൻഡ് മാത്രം വരണം എപ്പോഴും, അല്ലെങ്കിൽ അവിടെ ക്ലാഷ് ഉണ്ടാവും. കൊളാഷ് അല്ല. പിന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇപ്പോ ഈ ഫാമിലി തന്നെ ഇപ്പോ എല്ലാരും കൂടെ ഒരു ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പോ നമ്മള് ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടി വെച്ചു. ഒരാൾ ഉള്ളി അരിയാൻ വെച്ചു, ഒരാൾ തക്കാളി അരിയാൻ വെച്ചു, ഒരാള് ചോറ് വെക്കാൻ വെള്ളം വെച്ചു, അങ്ങനെ ഡിവിഷൻ ചെയ്ത് വെച്ചു. ഈ ഡിവൈഡ് ചെയ്ത ജോബുകളുടെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്താ, നന്നായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കണം എന്നാ. പക്ഷെ ഇനിയിപ്പോ ഇവര് തമ്മിലൊരു കുശുമ്പൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോ മുത്തച്ചിയും ഇളച്ചിയും തമ്മിലൊരു ചെറിയ കുശുമ്പ് ഉണ്ടാവും. ചിലപ്പോ അവര് തമ്മിൽ വലിയ ഇഷ്ടത്തിലൊന്നും ആവില്ല. എന്നാലും ബിരിയാണി നന്നായിട്ടില്ലെങ്കിൽ ഇവർക്ക് മൊത്തത്തിൽ പേര് കേൾക്കും. അപ്പൊ എന്ത് ചെയ്യും, എല്ലാരും കൂടെ നല്ല രീതിക്ക് ബിരിയാണി വെക്കും, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അതന്നെയാണ് ഇവിടെ പറയണേ, എല്ലാവരുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. പിന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഇവിടെ ഒരു മിനിറ്റ് ഇപ്പൊ കേട്ടോ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാല് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനേക്കാളും നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം. അതായത് ഇപ്പൊ ഈ ബിരിയാണിയുടെ ആരും തന്നെ ഞാൻ പറഞ്ഞില്ല, അവർ തമ്മിൽ ചെറിയ വഴക്കും കുശുമ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് എന്താണ് മെയിൻ ലക്ഷ്യം, ബിരിയാണി നന്നായിട്ട് ഇരിക്കണം എന്നാണ്.
അപ്പോ ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോ ഇടക്ക് മൂത്തച്ഛിക്കിട്ട് ഒരു പണി വെക്കണം, പാര വെക്കണം എന്നുള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഇത് മോശമായ അവർക്കും കൂടെ പേര് കേൾക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരിത് നന്നായിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ അവിടെ. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാളും നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം അവിടെ അതിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ള. ദെൻ റെമ്യൂണറേഷൻ ആണ്. റെമ്യൂണറേഷൻ ആയിട്ട് എനിക്ക് ഇവിടെ ഇപ്പൊ ഇതിൽ പറയാൻ കഴിയൂല. അതിന് പകരം ഞാൻ വേറൊരു വേർഡ് യൂസ് ചെയ്യാം, അപ്രീസിയേഷൻ. അതായത് ഇപ്പോ നമ്മള് ഈ ജോയിന്റ് ഫാമിലി ആണല്ലോ, എല്ലാരും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് എല്ലാം ക്ലിയർ ആയി നിൽക്കുമ്പോ ഈ അതോറിറ്റി ഉള്ള ഇപ്പൊ നമ്മുടെ കാരണവര് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയാം, നന്നായിട്ടുണ്ട്, ഒക്കെ ഉഷാറായിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കൊള്ളാന്ന് പറയുമല്ലോ. ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ചെയ്ത് ശരിയായി, ഒക്കെ ക്ലിയർ ആയി എന്നുള്ള ഒരു സംഭവം അത് വരുമ്പോ നമുക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ആവും, അടുത്ത ദിവസം വീണ്ടും പണിയെടുക്കാനുള്ള ഒരു പ്രചോദനാവും അത്. അപ്പോ ഇവിടെ റെമ്യൂണറേഷൻ ഇപ്പൊ പൈസ ചോദിക്കാൻ പറ്റൂലല്ലോ വീട്ടിൽ പോയിട്ട്, ഞാൻ അടുത്ത പണിക്ക് പൈസ താന്ന് ചോദിച്ചാ അവള് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറ്റം പറയും. അപ്പോ നമ്മളൊരു പ്രചോദനം നൽകുക അവിടെ. ഈ ശരിക്കും ഇവിടെ റെമ്യൂണറേഷനും അതുപോലെ തന്നെ ഈ എസ്പിരിറ്റ് ഡി കോപ്സ് ഇനീഷ്യേറ്റീവ്, ഇവിടെ ഇതൊക്കെ ശരിക്കും അതിന്റെ എയിം വരുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് നമ്മൾ അവരെ പ്രചോദനം കൊടുക്കുക, അങ്ങനെ അവർക്കൊരു ഇത് കൊടുക്കുക, അതായത് എന്താ പറയുക, എന്താ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളൊരു മെയിൻ എയിമാണ് അതിൽ വരുന്നത്. പിന്നെ സെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് വെച്ചാല് എല്ലാത്തിന്റെയും അതായത് ഇപ്പൊ എല്ലാ കാര്യവും ഒരാളില് ഒതുക്കുക. ഇപ്പൊ നമ്മുടെ കാരണവര് അയാളാണല്ലോ ഇവരൊക്കെ കൊണ്ട് നടക്കണത്. എല്ലാ ജോലിയും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ ആ കാരണവരാണ്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഒരു ആളുടെ മേലെ സെൻട്രലൈസ് ചെയ്യാണ്. ബാക്കിയുള്ള ജോലിയൊക്കെ പിരിച്ചു കൊടുക്കും, പക്ഷെ അതിന്റെ എല്ലാ അതോറിറ്റിയും എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. പിന്നെ സ്കേലാർ ചെയിൻ ആണ്. സ്കേലാർ ചെയിൻ എന്ന് വെച്ചാല് നമ്മള് ടോപ്പ് ലെവലിന്ന് ലോ ലെവലില്, അതായത് ഒരു സ്കേലാർ ചെയിൻ എന്ന് വെച്ചാൽ ഒരു ത്രികോണം വരച്ചിട്ട് 3 ലെവലാക്കി എടുത്താൽ അതിൽ ഏറ്റവും ടോപ്പുള്ള ലെവലും മീഡിയം ലെവലും ലോ ലെവലായിട്ട് അങ്ങനെ ഒരു ലെവലിൽ ഉണ്ടാവും. അപ്പൊ ഇതിലിപ്പോ ഫാമിലിയിൽ ടോപ്പ് ലെവല് നമ്മളെ കാണുന്നവര്, മീഡിയം ലെവല് അവിടെ പണിക്ക് പോണ നമ്മുടെ ഭർത്താക്കന്മാര്, ലോ ലെവലിൽ കിടക്കണ അവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യണ ഈ പാവം സ്ത്രീകളും. അപ്പൊ അതാണ് ശരിക്കും സ്കേലാർ ചെയിൻ എന്ന് വെച്ചാല്. അതായത് ഓരോ ലെവൽസ് ഉണ്ടാവും ഒരു കമ്പനിക്ക്. ഓർഡർ ആണ് വരുന്നത്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഓർഡറിലായിരിക്കും. ഇപ്പൊ നമ്മളെ ഇപ്പത്തെ ഫാമിലി വെച്ച് നോക്കുമ്പോ അത് അങ്ങനെ ഓർഡർ ഒന്നും അല്ല. പക്ഷെ പണ്ടൊക്കെ ഒരു കൃത്യസമയം ഉണ്ടായിരുന്നു, ഇത്ര രാവിലെ എണീക്കണം, ഒരു ഇത്ര സമയം ആകുമ്പോഴേക്കും ഫുഡ് റെഡി ആയിരിക്കണം, ഉച്ച ആകുമ്പോഴേക്കും ഇത്ര സമയമാകുമ്പോഴത്തേക്കും ഫുഡ് അടുത്ത ഉച്ചക്കുള്ള ഫുഡ് റെഡി ആയിരിക്കണം. അങ്ങനെ അങ്ങനെ ഒരു കൃത്യ ടൈം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ പിന്നെ എപ്പോഴാ അങ്ങനെ കുറെ കുറഞ്ഞു ആ ഒരു ഇതൊക്കെ. പക്ഷെ പണ്ട് എങ്ങനെയാണെങ്കിലും കറക്റ്റ് ഒരു ഓർഡർ ആയിരുന്നു. രാവിലെ എണീക്കണം, ചായ റെഡിയാക്കണം, ഉച്ചക്കുള്ള റെഡിയാക്കണം, വൈകുന്നേരത്തിനുള്ള റെഡിയാക്കണം, കിടക്കണം, റിപ്പീറ്റ്. ഇതന്നെയായിരുന്നു പണ്ട്. അപ്പോ അങ്ങനെ ഒരു ഓർഡർ വേണം, എല്ലാ കാര്യത്തിനും ഒരു ഓർഡർ ഉണ്ടായാലും ശരിയാണ്, അത് നല്ലൊരു കാര്യമാണ്. ഓരോ ഓർഡർ ഉണ്ടായാല് നമുക്ക് എല്ലാ കാര്യവും ഒരു നല്ലൊരു ക്ലിയർ ആയിട്ട് പോകും. പണ്ടൊക്കെ ശരിക്കും എല്ലാ ഫാമിലിയിലും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ കുറെ കുറഞ്ഞു പോയി. ഇക്വിറ്റി എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഡിസ്ക്രിമിനേഷൻ പാടില്ല അവിടെ. എന്താ നീ വലിയവൻ ചെറിയവൻ എന്നുള്ളൊരു കാര്യം പാടില്ല. അതുണ്ടായാൽ ശരിക്ക് എല്ലാ സ്ഥലത്തും ആ ഒരു സംഭവം വന്ന ഡിസ്ക്രിമിനേഷൻ വന്ന തീർന്നു. അതിപ്പോ ഇനി നമ്മുടെ ആ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയും അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോ അത് വലിയ ഹാപ്പി ആയിട്ടിരിക്കും. അവനെ ചുമ്മാ തമാശക്ക് പോലും അങ്ങനെ പറയുമ്പോ ആള് ശരിക്കും ഡൗൺ ആവും, ആളുടെ എല്ലാം പോയി. പിന്നെ ആള് തന്നെ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് ഉയർന്നു വരണം. അപ്പൊ ആ ഒരു ഡിസ്ക്രിമിനേഷൻ അത് ഫാമിലിയിലായാലും കമ്പനിയിലായാലും ഒരിക്കലും നല്ലതല്ല. അതിപ്പോ ഡിസ്ക്രിമിനേഷൻ ഉദാഹരണം ഒന്നും പറയണ്ടല്ലോ, എല്ലാവരും അനുഭവിക്കുന്ന കാര്യമായിരിക്കും. ഏതെങ്കിലും ഒരു ലെവലിലെങ്കിലും ഒരാൾ അത് അനുഭവിച്ചിട്ടും ഉണ്ടാവും. കാര്യമല്ലേ ഇപ്പൊ അങ്ങോട്ടില്ലേ അല്ലേ ചില്ല. ഞാൻ എവിടെ എത്തി? ഇക്വിറ്റി, സ്റ്റെബിലിറ്റി സെയിം തന്നെയാണ്. സ്റ്റേബിൾ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഇപ്പൊ ഫാമിലി ഇനി മതിയില്ല, ഫാമിലിയിൽ തന്നെ കണ്ടിട്ടില്ല, സ്റ്റേബിൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ക്ലിയർ ആയിട്ട് പോവില്ല. അത് ബ്രേക്ക് ആയി പോവും, നമ്മുടെ ടെൻഷൻ ആവും. ടെൻഷൻ കൂടിയാൽ തന്നെ മൊത്തത്തിൽ പോയി. പിന്നെ
ആകെ ആകെയൊക്കെ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഓഫീസ് ആയാലും ഫാമിലി ആയാലും നമ്മൾ ആ സുഖം പോയി കിട്ടും. പിന്നെ ഇനീഷ്യേറ്റീവ് ആണ്. എന്ത് കാര്യങ്ങളും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ജോബ് നല്ല രീതിയിൽ ചെയ്യണം. എക്സിക്യൂട്ടീവ് കോപ്സും ഇനീഷ്യേറ്റീവ് ഒക്കെ ശരിക്ക് നേരത്തെ റെമ്യൂണറേഷൻ പറഞ്ഞ പോലെ തന്നെ ആ എംപ്ലോയീസിന് ജോലി ചെയ്യാനുള്ള ഒരു സംഭവം കൊടുക്കുക, അതായത് മോട്ടിവേഷൻ കൊടുക്കുക. അതന്നെയാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കണേ. അത്രേ ഉള്ളൂ. Okay, that was very nice and very good. Thank you so much. Okay, I am wishing that let the biryani of all of yours be delicious and let the Carnot gives you all the remuneration. And I am wishing one more thing. Please make sure that any of the husbands be the victim of this. Where do they go? Like they should balance the two sides. Okay, let me wish that also. Okay, wonderful presentation, Rasna, and thank you so much to all of you. You supported her a very lot. Like ക്യാമറ ഓൺ ചെയ്യാൻ പോകുന്നു ബസ്സിനെ കാണണമെന്നവർക്കൊക്കെയോ ആഗ്രഹം. സോ കുറെ കമന്റ്സും ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇതിലൊരു ഒരു കമന്റ് ഉണ്ടായിരുന്നു മിസ്സേ, ഇന്ന് രസ്നയോട് ഇത് കേൾക്കുന്ന ആരെങ്കിലും കടക്ക് പുറത്ത്. അതെ അതെ, വീട്ടിൽ തന്നെ കിടക്കാൻ പറ്റുമായിരിക്കുമല്ലേ രസ്ന? പക്ഷെ ഞാൻ ആലോചിച്ചായിരുന്നു മാം, രസ്ന ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. സത്യം, എനിക്ക് അതായിരുന്നു വിഷമം. അല്ല അവള് വീട്ടിൽ തന്നെ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ആള് പറയുമ്പോ തന്നെ കിതയ്ക്കണം. അതാ അത്രയും എഫേർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഓടി വന്ന് ബൈക്ക് അവിടെ നിർത്തി ലാപ്പ് എടുത്തു വന്ന് ഇവിടെ ഇരുന്നതാ. ഹസ്ബൻഡിനോടൊന്ന് ഫുഡ് പിന്നെ തരട്ടോ എന്ന് പറഞ്ഞിട്ട് കയറിയതാ. പിള്ളേരെയൊക്കെ ഒരു അടുത്തുനിന്ന് അങ്ങോട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു രസ്ന. എക്സാമിന് എന്തായാലും ഈ ഒരു എക്സാമ്പിൾ എന്തായാലും ഓർക്കും. വന്നു എന്ന് വെച്ച് പറഞ്ഞാൽ അത് തമാശയല്ല, പക്ഷെ കേൾക്കുമ്പോ ആള് പറയുന്നത് ഒരു തമാശയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത് ലൈഫിൽ വരുന്ന ഒരു സംഭവമാണത്. സീരിയസ്ലി ഇറ്റ് വാസ് വെരി നൈസ്. എല്ലാ ഫാമിലിയും തന്നെ ഇതുപോലെ കണക്ട് ചെയ്താലേ നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നതേ ഉള്ളൂ. അത്രയാണ് ചെറിയൊരു ഒരു ഫാമിലിയോട് ഇത് കണക്ട് ചെയ്തിട്ട് രസ്ന യഥാർത്ഥത്തിൽ ഇതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? ഒരു മാനേജ്മെന്റ് നമ്മളെ വർക്ക് ചെയ്യാൻ അത്രയും ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ അത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പൊ രസ്നയും ചെയ്തത്. നമുക്ക് എല്ലാം A to Z എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് വീണ്ടും അത് പഠിക്കാനും അതുപോലെ പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്തതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഐഡിയ കൺവേ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ഇതൊരു പാർട്ടാണ്. ഈ ഒരു പോയിന്റില് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയാം. എന്തായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. One more thing, it will be very easy for me to explain this to the next batch. So I am taking that with your permission, dear Rasna. Okay, ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. എന്റെ ഉപ്പയുടെ അനിയൻ മരിച്ച് 3-ാമത്തെ ദിവസം അവിടെ പോയി വരായിരുന്നു. ഇതുവരെ ടെൻഷൻ അടിച്ച ഒരു ഓക്കെ അല്ല, ഞാൻ കുറെ ദിവസമായിട്ട് ഓക്കെ അല്ല. ഇതൊക്കെ കേട്ടപ്പോ ഭയങ്കര ഹാപ്പി. ബട്ട് ആ ഒരു സ്പിരിറ്റ് അല്ലേ, അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആയിരുന്നപ്പോ ഷീ ജസ്റ്റ് മേക്ക് ഹെർ ടു മോർ പോസിറ്റീവ് ബൈ യൂസിങ് ഹെർ ടാലന്റ്സ് അല്ലെ. ആ ഒരു പൊട്ടൻഷ്യലി യൂസ് ചെയ്ത് രസ്ന ഡൗൺ ആയ രസ്ന ഉയർത്തെണീപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ. യെസ്, നമ്മുടെ ലൈഫിൽ കുറെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ബട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതൊരു ഡിവൈൻ തന്നെയാണ്. നമുക്ക് അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഗ്രീഫ് ഈസ് ദെയർ, ആ ഒരു വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ദെയർ. ബട്ട് നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അങ്ങനെ ആവണം നമ്മൾ ടെക്നോളജി പറയുവാണ്, ഹെഡിയാണ്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ദ ടെമ്പോ ഓഫ് ദിസ് ക്ലാസ് ചേഞ്ച്ഡ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ പോലെയൊന്നും അല്ല ക്ലാസ് ഇപ്പൊ. അതെ അതെ മാം, അതെ അതെ. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. കാരണം ഇത് വേറെ ലെവലാണ് മാം. നമ്മൾ കുറച്ചുകൂടി മിങ്കിൾ ചെയ്യണം, എന്നാലാണ് നമുക്കൊരു കുറച്ച് ഹാപ്പി ഒക്കെ കിട്ടുള്ളൂ.
രശ്ന വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു, നന്നായി മനസ്സിലായി. എക്സാമ്പിളൊക്കെ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലായി. മറ്റുള്ളവർ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലായത് രശ്ന എടുത്തപ്പോഴാണ് കേട്ടോ. അത് ശരിയായി രസ്ന, അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു. താങ്ക് യു. തമന്നയെയും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. തമന്ന ഞാൻ ഒരു കമന്റ് ഇട്ടത് പ്രകാരം അവൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അത് മൊത്തം ടൈപ്പ് ചെയ്തിട്ട് തന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. Good class, I think message is not seen. അല്ലേ? 2 ക്ലാസ്സിൽ കാണാൻ പറ്റിയത്. നോ മാം. So please. പിന്നെ ക്ലാസ് എടുത്തല്ലോ, വീഡിയോ ഓൺ ആക്കിയിട്ട്. ആളുടെ പേരെന്താ? തമന്ന നമ്മുടെ എല്ലാ ക്ലാസ്സിലെ നോട്ട്സും, ഇപ്പൊ ഡിപ്ലോമയുടെ എല്ലാ നോട്ട്സും അതുപോലെ PGയുടെ എല്ലാ നോട്ട്സും അവള് ശരിക്കും കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് അവൾ ഏതെങ്കിലും ഒരു ക്ലാസ് ലീവ് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ക്ലാസ്സിൽ നമുക്ക് വന്നിട്ട് ഒന്ന് അവള് നോട്ട് തരും, അതുപോലെ പറഞ്ഞു തരും എന്താണ് ഇന്ന് ക്ലാസ് എടുത്തേന്നുള്ളത്. അവള് ഭയങ്കര ബിസി ആയിരിക്കും, പക്ഷെ ഇങ്ങനെ അവള് വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ആ രാത്രി ഇരുന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അവള് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തു തരും. താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഇമാജിനറീസ് ആണ്. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ സപ്പോർട്ട്. ദാറ്റ്സ് ദ മെയിൻ തീം ഓഫ് മോണ്ടിസോറി മെത്തേഡ്. റെസിപ്രോക്കൽ ഹെൽപ്പ്. മിസ്സേ, ആക്ച്വലി നമ്മൾ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇത് മുന്നോട്ട് പോകുമെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയ ടൈമിൽ കേട്ടപ്പോൾ ദൈവം ഇത് എവിടെ എത്തും, ഇത് ഇന്നുകൊണ്ട് തീരുമോന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴത്തെ ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കുള്ള അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ ഇപ്പൊ കയറാനായിട്ട് തോന്നും. ആദ്യമൊക്കെ തന്നെ അടിച്ചു പിരിഞ്ഞ് മൊത്തത്തിൽ തീരുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, ഇതിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലായി. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ മിണ്ടാതിരുന്നാലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ സത്യം പറഞ്ഞാൽ സംഭവം ഇപ്പൊ അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ PGയുടെ ഒരു 2-3 ക്ലാസ്സസ് കഴിഞ്ഞപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് മാമിനെ കണ്ടിരുന്നു. ഞാനൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങള് ഈ ഇപ്പൊ പറഞ്ഞ കാര്യമില്ലേ, അതാണ് ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുത്തത്. സോ ദേ ആർ ചേഞ്ചിങ് ലൈക്ക് അങ്ങനെ പറഞ്ഞാൽ അവരും അറിയണമല്ലോ ക്ലാസ്സസ് എങ്ങനെയാ പോകുന്നതെന്ന്. പിന്നെ വൺ മോർ തിങ്, ശരിക്കും നമുക്കൊരു ആക്ടിവിറ്റി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് പ്രെയർ, സൈനിങ്, തൊട്ട്ഫോദറി ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സൈൻ ഔട്ട് പറയുമല്ലോ. ആരെങ്കിലും ഒരാൾ വന്ന് ഫീഡ്ബാക്ക് ചെയ്യണം. അന്നത്തെ ക്ലാസ് എനിക്ക് മാം പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് മനസ്സിലായില്ല, അങ്ങനെ എന്തും ഓപ്പൺ ആയിട്ട് പറയാവുന്ന ഒരു ഫോറമാണ് ഫീഡ്ബാക്ക്. ഒരു ഇൻഹിബിഷനും വേണ്ട, ഒരു മടിയും വേണ്ട. ഈവൻ ദോ ചിലപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല, കിച്ചണിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ച്, യു ക്യാൻ പോയിന്റ് ഔട്ട് എവറിത്തിങ്. അത് ആ ഒരു ഫീഡ്ബാക്കിലെല്ലാം വരണം. ദെൻ ഓൺലി നെക്സ്റ്റ് ക്ലാസ് നമുക്ക്, അത് PG മാത്രമല്ല കേട്ടോ, എല്ലാ ക്ലാസ്സിലും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഫീഡ്ബാക്ക് സെഷൻ. ഞങ്ങൾക്കൊരു ഫോമാറ്റ് ആയിരുന്നു. ആ ഫോമാറ്റില് അതായത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ്, കോഴ്സ് കഴിയുന്ന ലാസ്റ്റ് ആ മൊമെന്റില് ആ ഒരു നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുണ്ട് ഒരു ഫോമാറ്റ്, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ട്രെയിനർ, നമുക്ക് ക്ലാസ്സസ് എടുത്തിരുന്ന ട്രെയിനറുടെ എല്ലാ കാര്യങ്ങളും, ബിഹേവിയർ ഉൾപ്പെടെ എല്ലാവരും അതിനകത്ത് ഓപ്പൺ ആയിട്ട് എഴുതി അത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. സോ അതുപോലെ നമുക്കൊരു ഫീഡ്ബാക്ക് ഫോറം വെക്കാം. മേ ബി PGക്ക് പഠിക്കുമ്പോ അങ്ങനെ ഉണ്ടായിരുന്നു മാം. PGക്ക് പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു ഇത് തരും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ലാബില് ഫുള്ള് ടിക്ക് ചെയ്തിട്ട് അവരുടെ ബിഹേവിയർ, അവരുടെ ഇതുണ്ടോ മൊത്തത്തിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു. മാം, അതിപ്പോ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ വരെ നമുക്ക് ഒരു ഫോം തരലുണ്ട്. അവരുടെ എങ്ങനെയാണ് അവരുടെ ബിഹേവ്, നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, നമ്മളെ അവർ സർവീസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ മൊത്തം ടിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം നമുക്ക് തരലുണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ആ ഒരു റേറ്റിംഗ്, ആ ഒരു സമ്പ്രദായമാണല്ലേ. അതായത് ഇപ്പൊ യൂബർ വിളിച്ചാലും ഫുഡ് ഓർഡർ ചെയ്താലും ഒരു റേറ്റിംഗ് മാം, പ്രോഡക്റ്റ്, ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാത്തിനും ഒരു നമ്മുടെ ഉപ്പ് തൊട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഞാൻ എന്റെ മക്കളുടെ, അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ അങ്ങനെ റേറ്റിംഗ് ഉണ്ട്, പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട്. ഈ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ചോദിക്കില്ലേ റേറ്റിംഗ്? അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഫോറം ആയിരിക്കണം. ചിലര് മടിക്കുമല്ലോ, ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടമായില്ലെങ്കിലും പറയുന്നത് നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു എന്നൊക്കെ പറയില്ലേ. നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന മകന് ഇഷ്ടമായില്ല എന്ന് പറയില്ല, അതുകൊണ്ട്
ഞാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഒരു മാമിനെതിരെ എന്തോ ഒരു ഇതിട്ടു, എഴുതിയിടാൻ പറഞ്ഞ സമയത്ത് എന്തോ എഴുതിയിട്ടു. അവള് PG ക്ക് പഠിക്കുമ്പോ ലാസ്റ്റ് സെമ്മ്, എനിക്ക് തോന്നുന്നു 3rd സെമിനാറിൽ അവൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് മാം എന്നിട്ട് കയ്യക്ഷരം നോക്കിയിട്ട് അവൾക്ക് മനസ്സിലായി. അപ്പൊ ഇവർക്കൊരു പ്രശ്നമുണ്ട്. അപ്പൊ മാം ഡെയിലി വേജ് ആയിരുന്നു. അപ്പം വേറൊരാളും ഒന്നും പറഞ്ഞില്ല. മാമിന്റെ നല്ല ക്ലാസ്സും കാര്യങ്ങളായിരുന്നു. അപ്പൊ അവക്ക് മാമിന്റെ അപ്പം ലാസ്റ്റ് പ്രൊജക്ട് വരുന്ന സമയത്ത്, ലാസ്റ്റ് സെമ്മ പ്രൊജക്ട് മാത്രമാണല്ലോ, അവള് മാമിന്റെ ഗ്രൂപ്പിലായിരുന്നു. അപ്പൊ മാം അവളോട് ജസ്റ്റ് എന്തോ ചോദിച്ചു, നീയാണോ ഇട്ടേ, ഇങ്ങനെ ജോബിന് പ്രശ്നം. പിന്നെ അവള് കോളേജിൽ വന്നില്ല. അവള് 3rd സെമ്മ വരെ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്തില്ല, എക്സാമും എഴുതിയില്ല. ആ ഒരു ലാസ്റ്റ് സെമ്മ മാത്രം അവള് ചെയ്യാണ്ട് പോയി. അവക്കിപ്പോ PG ഇല്ല, ജസ്റ്റ് ഡിഗ്രി മാത്രം എന്നുള്ള രീതിയിൽ ആയി. അത് ഭയങ്കര, ഇപ്പോഴും അവളുടെ ഇത് ആലോചിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തതായിരുന്നു. 3rd സെമ്മ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഒരു സെമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രഗ്നന്റ് ആയതുകൊണ്ട് 6 months വരെ പോയി, പിന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട്. അപ്പൊ അവളുടെ ലാസ്റ്റ് സെമ്മ് അവള് എഴുതിയെടുക്കാണ്ട് പോയി. ഞാൻ ഇതുപോലെ ഒരിടത്ത് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോഴേക്കും അവിടെ അമ്മമാരുണ്ടോ ഒരു അവരുടെ എന്തോ കുടുംബ യൂണിറ്റിന്റെ ഭാഗമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി എന്നെ ഇൻവൈറ്റ് ചെയ്തതാ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക്, അപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്തവരും വളരെ ക്ലോസ് ആണ്. അവർക്കറിയാം എന്നോട് എന്തും ഓപ്പൺ ആയിട്ട് പറയാം. അതുകൊണ്ട് അവർ വന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയൂ, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഇഷ്ടപ്പെടാത്ത ഒരാളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എവിടെയോ മാറാനുണ്ട്, എനിക്ക് മനസ്സിലായി. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എവിടെയോ ഞാൻ മാറണം, അല്ലാതെ ഒരാൾക്കല്ലേ എന്നല്ല നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത്. നമ്മൾ എവിടെയോ കുറച്ചുകൂടെ ഒന്ന് ശരിയാവാനുണ്ട്. ഞാൻ ഈ റേറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ, ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളുകളിൽ എന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന സാർ എന്നോട് പറഞ്ഞു കുട്ടികൾക്ക് മാർക്ക് ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ മാർക്ക് ഇടില്ല, കാരണം നമ്മൾ മോണ്ടിസോറി മെത്തേഡാണല്ലോ മാർക്ക് ഇടും. പക്ഷെ സാറിന് മാർക്ക് കണ്ടേ പറ്റും. മാർക്ക് ഇട്ട അവർക്ക് ഒരു മൈൻഡും ഇല്ല, 1 മാർക്ക് കിട്ടിയാലും 2 മാർക്ക് കിട്ടിയാലും അവർക്ക് സ്കൂളിൽ ഓൾറെഡി സബ്ജക്റ്റിന് അതുപോലെ മാർക്ക് കിട്ടുന്നത്. ഞാൻ എന്ത് ചെയ്തു, കുറെ പെർഫോമൻസ് ഒരു ഇതിട്ടിട്ട് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. 5 സ്റ്റാർ, 4 സ്റ്റാർ, ചിലത് ഹാഫ് സ്റ്റാർ, അങ്ങനെയുള്ള 3.5 അങ്ങനെയൊക്കെ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ട് അവരത് ശ്രദ്ധിച്ചു. കാരണം അവര് കംപ്ലീറ്റ് ഓൺലൈനിൽ ഓരോ പ്രോഡക്ട്സ് നോക്കുമ്പോ സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ടല്ലേ ഈ പിള്ളേരെല്ലാം സെലക്ട് ചെയ്യുന്നേ. സോ അവര് നോക്കിയപ്പോ എന്റെ ഈ ഒരു ഭാഗത്ത് റേറ്റിംഗ് കുറവാണ്, സോ ഹൗ ടു ഇംപ്രൂവ് ചെയ്യാം. സോ അവരതിനനുസരിച്ച് മാറി. അതേസമയം ഞാൻ 5ൽ 4 മാർക്ക് കൊടുത്തു, 3 മാർക്ക് കൊടുത്തു, അവർ മൈൻഡ് ചെയ്യില്ല. അതിന് പകരം സ്റ്റാർ ഇട്ടപ്പോഴേക്കും അവർക്ക് മാറ്റം വന്നു. സോ നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് മക്കളിൽ വ്യത്യാസം ഉണ്ടാവും. മാർക്ക് ഇട്ട അവർ മൈൻഡ് ചെയ്യില്ല, പക്ഷെ സ്റ്റാർ ഇട്ടപ്പോഴേക്കും അവർക്ക് എനിക്ക് ഇവിടെ എന്തുകൊണ്ട് ഇത് കുറഞ്ഞു എന്നും ചോദിച്ചു വന്നു. അതേസമയം ഒരു 5ൽ 3 മാർക്ക് കൊടുത്തു, 2 മാർക്ക് എന്തിനാ കുറഞ്ഞതെന്ന് ചോദിക്കാൻ അവർ പറ്റില്ല. അതാണ് ആ ഒരു ഡിഫറൻസ് വന്നത്. സോ നിങ്ങൾക്കും അതുപോലെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. മാം എന്റെ മോന്റെ സ്കൂളില് അങ്ങനെയാണ്. എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ ഇല്ലേ, സ്റ്റാറിന്റെ സ്മൈലിയുടെ അതിന്റെയൊക്കെ സ്റ്റിക്കർ കൊടുക്കും. അപ്പൊ ആ പിള്ളേർക്ക് അത് ഭയങ്കര സന്തോഷമാണ്. LKG ആയിട്ടുള്ളൂ, അവർക്ക് ഈ മാർക്ക് എന്താണെന്ന് അറിയില്ല. അവർക്ക് ഈ കയ്യില് സ്റ്റിക്കർ ഇങ്ങനെ സ്കെച്ച് പെന്നിന്റെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുക. അത് മായ്ക്കാനേ പാടില്ല, കുളിക്കുമ്പോ പോവുമല്ലോ. അതെനിക്ക് മാം തന്നതാണ്, എനിക്ക് മാം എന്നെ ഇഷ്ടമായിട്ട് തന്നതാണ്, അത് കളയരുത് എന്ന് പറയും. അപ്പൊ പിള്ളേർക്ക് അങ്ങനത്തെ സാധനങ്ങളോടാണ് താല്പര്യം. അവർക്ക് ഈ മാർക്കിന്റെ വാല്യൂ ഒന്നും അവർക്ക് അറിയില്ലല്ലോ. സോ നാളെ കാണാം. നാളെ എന്റെ ക്ലാസ് ആയിരിക്കും. സാറ്റർഡേ എന്റെ മോന്റെ ആനുവൽ ഡേ. സാറ്റർഡേ അശ്വതി മിസ് വരും. ഓക്കെ, സോ ഓക്കെ നമുക്ക് വേണ്ടി ചെയ്യാം. കേട്ടില്ല. ഹലോ മാം, ഞാൻ ഇടയ്ക്ക് മിസ്സായി പോയി മാം. എന്റെ മോന് സുഖമില്ലാതെ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. നാളെയൊക്കെ ചെല്ലുണ്ട്, ചിലപ്പോഴേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്റെ മോന് ഡെങ്കുയുടെ പനി, ഡെങ്കു അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അപ്പം ഇച്ചിരി കോംപ്ലിക്കേഷൻ ഇല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പോയി. അതുകൊണ്ടായിട്ടെ നമുക്ക് ഫ്ലാറ്റിൽ തന്നെ നമുക്കിവിടെ ഇതുണ്ട്, ഡോക്ടറും എല്ലാ കാര്യങ്ങളും ചെറിയൊരിതുണ്ട്. അപ്പൊ അവിടുന്ന് തന്നെ നേഴ്സ് വന്ന് ടെസ്റ്റ് ചെയ്യും. ഇന്ന് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കു എന്ന് പറഞ്ഞു. നാളെ അതിന്റെ അഡീഷണൽ ടെസ്റ്റ് ഉണ്ട്, അത് നാളെ ചെയ്തിട്ട് ഇത് ഏതാണ്ട് ഇതിന്റെ കൗണ്ടോ എന്തോ മറ്റോ ഉണ്ട്. അതിനെ പറ്റി എനിക്ക് വിശദമായിട്ട് എനിക്ക് അറിയില്ല. അത് കറക്റ്റ് അല്ല, കുറച്ചുകൂടി ഇതാണെങ്കിൽ അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് പറഞ്ഞു.
നാളെ ആ എത്ര ടെസ്റ്റിന് അവര് ഇപ്പോഴും വീട്ടിലാണ്. നാളെ അവർ ടെസ്റ്റിന് വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തോളും. അപ്പൊ എത്ര ഇപ്പൊ വയസ്സ്? അവ ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ How old? പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓടിപ്പോയതാണ്. അവന് ബാത്റൂമിലോട്ട് പോയപ്പോ മറിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോഴ് അങ്ങനെ ഏതാണ് ഓടിയതാണ്. അപ്പൊ മോൻ മാം എത്ര വിചാരിച്ച ഞാൻ പെട്ടെന്ന് ലീവ് ആക്കിയപ്പോ മാം എന്ത് വിചാരിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാൻ വന്നത് കേട്ടോ. എത്ര വയസ്സുണ്ട് മോന്? 15 വയസ്സ്. 2 ആമക്കള്. മൂത്താക്ക് 27 വയസ്സുണ്ട്, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് 16 വയസ്സുണ്ട്, +1 പഠിക്കുന്നു. ഹസ്ബൻഡ് കുവൈറ്റ് വർക്ക് ചെയ്യുന്നു. ഞാൻ കൊച്ചല്ല മാം. ഇനിയിപ്പോ ഇയാള് എന്റെ ക്ലാസ് ഒന്ന് ഞാൻ എങ്ങനെങ്കിലും ഈ മക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ ക്ലാസ് എല്ലാം പോകും. എന്ന് റെഡിയായി ഇങ്ങോട്ട് വന്നപ്പോ ഇപ്പൊ ഇയാൾക്ക് വയ്യാതെ. നമ്മളവരെ നോക്കിയല്ലേ പറ്റൂ, നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും ഇനി മൂത്താളെ ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് വിളിക്കണോ ഒന്നും അറിയില്ല. ഞാൻ എന്തായാലും ഞാൻ മാനേജ് ചെയ്യാൻ നോക്കുന്നു. ടേക്ക് കെയർ, ജോലിയും ശ്രദ്ധിക്കുക. അല്ല മാം വിചാരിച്ചാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ലീവ് ആക്കിയതിന് ഞാൻ ഓടി വന്ന് ഓണാക്കി പറയാൻ വന്നത് കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ മാം. ഇവിടെ വേറെ ആരോ എന്തോ ചോദിച്ചുകൊണ്ട് വന്നിരുന്നു. ആ സമയത്ത് അമ്പിളി ആയിരുന്നു. ഞാനാ മാം, തമന്നയാ. അല്ല മാം, ആനുവൽ ഡേ എന്ന് പറഞ്ഞപ്പം മിസ്സിന്റെ മോനാണോ ഞാൻ ചോദിച്ചത്. മോനാണ്. എത്രയിലാ പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡില്. പരിപാടിക്ക് വല്ലതും ഉണ്ടോ? ഡാൻസ്. മാമിന്റെ ഫാമിലി പറയും മാം, ഞങ്ങൾക്ക് ഇതിൽ ഒരു ടീച്ചേഴ്സിന്റെയും ഫാമിലി ഡീറ്റെയിൽസ് അറിയില്ല. എന്റെ ഫാമിലി എനിക്ക് മോനുമാണ്. മോള് +2 ആണ്. അത് അവൾ ഇവിടെയല്ല പഠിക്കുന്നത്, നോർത്ത് പറവൂരാണ് ഞങ്ങൾ താമസിക്കുന്നത്. നോർത്ത് പറവൂര് നന്ദിയാട്ടുകുന്ന് എന്നുള്ള സ്ഥലത്ത്. മോള് +2 ചെയ്യുന്നത്, +1 +2 10th വരെ അവൾ ഇവിടെയായിരുന്നു പഠിച്ചത്. LKG തുടങ്ങി ഒരേ സ്കൂളിലായിരുന്നു, ഒരു കോൺവെന്റ് സ്കൂളായിരുന്നു. +1 ആയപ്പോ കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളില് അവിടെ പോയി ഹോസ്റ്റലില് ബോർഡിങ്ങിൽ നിന്ന് അങ്ങനെ പഠിക്കുവാണ്. അപ്പൊ അവൾക്ക് ഇപ്പം സ്റ്റഡി ലീവാണ്. ഇപ്പൊ കുറച്ച് ദിവസം വീട്ടിലുണ്ട്. നെക്സ്റ്റ് വെനസ്ഡേ തിരിച്ചു പോകും. മോൻ 8ാം ക്ലാസ്സില്. ഹസ്ബൻഡ് BSNL വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡിന്റെ നാട് ശരിക്കും കായംകുളം, എന്റെ വീട് ശരിക്കും തിരുവാങ്കുളമാണ്, ചൊറ്റാനിക്കരടുത്ത്. ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയി പറവൂര് വന്നപ്പോ ഞങ്ങളൊരു 14 വർഷം ആയിട്ട് പറവൂരാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഇവിടെ തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് സെറ്റിൽ ചെയ്തു. കുട്ടികളുടെ സ്കൂളിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു മൂവിങ് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. അവരും വളർന്നതൊക്കെ ഇവിടെയാണല്ലോ, അവർക്കും ഇവിടെ തന്നെ മതി എന്നൊരു താല്പര്യം. ഇതാണ് വേറെ എന്റെ ഫാമിലി ഡീറ്റെയിൽസ്. പിന്നെ എന്താ അറിയേണ്ടത്? മതി മാം. മതിയായി. എന്റെ സ്ഥലത്താണല്ലോ മോൾ പഠിക്കുന്നേ, മുണ്ടക്കയം. യെസ്, അവള് മുണ്ടക്കയൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ബാച്ചിലെ ഏതോ കുട്ടിയുടെ അച്ഛൻ മരിച്ച സമയത്ത്. സോ 46 years old ഞാൻ 3-4 വർഷം പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഒരു ഫേമില് പർച്ചേസ് മാനേജറൊക്കെ ആയിട്ട് അങ്ങനെ പല പല ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താ പറയാ, ഇത് ടീച്ചിങ് ഒരു പാഷൻ തന്നെയായിരുന്നു. അങ്ങനെ ആദ്യം തുടങ്ങിയത് ഇപ്പൊ റീസെന്റ് തുടങ്ങിയത് കുട്ടികളുടെ ഇടയിലുള്ള ഇന്റർവെൻഷൻ ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഡ് ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്തതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാന്നൊക്കെ അറിയാലോ നിങ്ങൾക്ക്. നോർത്ത് പറവൂരാണ് നമ്മുടെ ഓഫീസ്. അവിടെ നിന്ന് ഒരു 3 kilometers മാറിയിട്ട് ചേർന്നമംഗലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ വീട്ടിലിരുന്ന ക്ലാസ് എടുക്കാറ്. അശ്വതി മിസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സോ ഷീ ഈസ് ടേക്കിംഗ് ദാറ്റ് മച്ച് എഫേർട്ട്, നൈറ്റ് ക്ലാസ് പ്രത്യേകിച്ച്. സോ യു ഹാവ് ടു സപ്പോർട്ട് ഹെർ മോർ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കംഫർട്ട് സോണിൽ ഇരുന്നല്ലേ ക്ലാസ് എടുക്കുന്നത്. ഷീ ഈസ് ജസ്റ്റ് കമ്മിങ് ഫ്രം ഹെർ ഹോം. അവിടെ നിന്ന് വന്ന് രാത്രി വന്നിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം ആ ഒരു ടൈമില് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് റിജുവും ആ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യണം ക്ലാസ് കഴിയുന്നവരെ. സോ there are so many peoples are behind. ശരിക്കും അണിയറയിൽ കുറെ പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ ഡു ഓൾവേസ് റിമെമ്പർ ദം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Good night. Good night. Thank you, ma'am. Good night. Excuse me, ma'am. Good night. Excuse me, ma'am. Nice. Ma'am, before going that, my name is Veena. I already asked you about regarding the project, ma'am, assignment.
I am very sorry, Veena. It came out from my mind. Okay. ഇപ്പൊ തന്നെ ഞാൻ അവിടെ എഴുതിട്ട് വെച്ചേക്കാം. ഞാനത് മറന്നുപോയി. ഒരു കാര്യം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ട് നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു. So I am very sorry once again. I am very sorry from my heart. Okay. Please. It's okay, ma'am. I just reached around 15 minutes before because my kid was not feeling well. That I have to take care of her, ma'am. So I missed your class. So tomorrow I will take care of your recorded class. I love your class very much. Actually, let me add one more thing. Today I haven't taken anything. Your batchmates, so many people are just dealing the class. They are leading the class, and it was very interesting. Do watch the record class. Don't miss it. Okay. Yeah, ma'am. I just heard about, I think one of the friend called Rasna. She presented it very well. I enjoyed it very much. Before that, Tamanna was there, Dilson was there, and what was that? Amrita, Raisha, and so many people were there. They were just done very well. Anyway, ma'am, tomorrow I will will listen it very much. It's very interesting. Rasna's presentation is everything. Thank you so much. As the subject was very dry, interesting means it is very wiseful. I think she had done very well. Yeah, regarding some biryani issue, I heard that. So I was just telling like, let all yours biryani will be delicious. എല്ലാവരുടെയും ബിരിയാണി ഡെലീഷ്യസ് ആവട്ടെ. ജിഷയുടെ മോളോ മോനോ എന്തോ പറയാൻ വന്നു. മിസ് സൂപ്പർ ആണ്. താങ്ക് യു മോളു. ഇവിടെ പിള്ളേര് എപ്പോഴും പറയും ഞാനങ്ങനെ ഏത് ക്ലാസ്സും കേൾക്കാറില്ലല്ലോ ടീച്ചർ, എല്ലാം റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ PGയുടെ തൊട്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ജിഷ ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നു ആദ്യം എൻട്രി എന്ന് തന്നെ പറയാം. അപ്പൊ പിള്ളേരെപ്പോഴും പറയും ഇന്ന് പൊളി ടീച്ചറാണോ, നമ്മുടെ പൊളി ടീച്ചറാണോ വരാൻ പോകുന്നത് ചോദിക്കും. താങ്ക് യു. സോ ലിവിങ് ജീവിക്കുന്ന ചില നിമിഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്ന ചില നിമിഷങ്ങൾ, നമ്മളുടെ പാഷൻ മീറ്റ് ചെയ്യുന്ന ഒരു ടൈം. സോ ഓക്കെ. എന്താ Okay, bye. And one more thing, let me add you. And I got the permission to give my number to you. So ഞാൻ എന്താ വിചാരിച്ച ഓരോ ക്ലാസ്സിൽ ഇൻഡിവിജ്വലി വരുമ്പോൾ എന്റെ നമ്പർ ഷെയർ ചെയ്യാവുന്നതാണ്. സോ രസ്ന, ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് കോൾ യു. അതുകൊണ്ടാട്ടോ വിളിക്കാതിരുന്നത്. സോ ഞാൻ എന്റെ നമ്പർ ഷെയർ ചെയ്യാം, ക്ലാസ്സിൽ പറയാം ബാക്കി കാര്യങ്ങൾ. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് വയ്ക്കാം. മനസ്സിലായില്ല. രസ്, ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, പലരുടെയും ഒരു കൺസേൺ ഉണ്ടായിരുന്നല്ലോ ഫോൺ നമ്പർ വേണമെന്നുള്ളത്. എന്റെ സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാനത് നമ്മുടെ ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ വരുമ്പോൾ ഓരോ ബാച്ചിനായിട്ട് ഞാനിപ്പോ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഐ വിൽ ഷെയർ ദ നമ്പർ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന്. ഓക്കെ മാം, അപ്പൊ തന്നാ മതി.